ഹായ്, വെൽക്കം യു ഓൾ ടു മാത്സ് ഡു. ഇന്ന് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന കുറച്ച് ഗ്രാമർ പോയിൻറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഗ്രാമർ പോയിൻറ്റുകൾ, എല്ലാവരുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ടുള്ള ഗ്രാമർ പോയിൻറ്റുകളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത്. അതിനു പുറമെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് 9ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് വളരെ അനുയോജ്യമായ ഗ്രാമർ ക്ലാസ്സാണ്. ഇത് അവരുടെ പരീക്ഷയ്ക്കും വരുന്നതാണ് എന്നർത്ഥം. പക്ഷേ മൈ ഫോക്കസ് ഈസ് ഓൺ 10th സ്റ്റാൻഡേർഡ്. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഗ്രാമർ പോയിൻറ്റുകളാണുള്ളത്. ഇതിൽ ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമർ പോയിൻറ്റുകൾ, ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം എഡിറ്റിംഗ് പ്രോസസ്സിൽ എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് 15 തരത്തിലുള്ള എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ എഡിറ്റിങ്ങുകൾ ഏതൊക്കെയെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കൈകാര്യം ചെയ്യുന്നു. ആ എഡിറ്റിംഗ് പ്രോസസ്സിൽ വരുന്ന ഗ്രാമർ പോയിൻറ്റുകളും അതോടൊപ്പം തന്നെ ഡയലോഗ് കംപ്ലീഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺവെർസേഷൻ ഫില്ലിംഗ്, ഡയലോഗ് കംപ്ലീഷൻ. ആ ഡയലോഗ് കംപ്ലീഷനിൽ വരുന്ന പ്രധാനപ്പെട്ട ഗ്രാമർ പോയിൻറ്റുകൾ, അതുമായിട്ടാണ് ഇന്ന് ഈ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ്സാണ് ഈ ഗ്രാമർ ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമായി ആരംഭിക്കുകയാണ്. നോക്കണം, ഇതിൽ ആദ്യത്തെ ഗ്രാമർ പോയിൻ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ എന്ന് പറയാം. വൺ ഓഫ് ദ, ഇത് എഡിറ്റിംഗ് പ്രോസസ്സിലും അതോടൊപ്പം തന്നെ കോൺവെർസേഷൻ ഫില്ലിങ്ങിലും അല്ലെങ്കിൽ ഡയലോഗ് കംപ്ലീഷനിലും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ 2 ചോദ്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. ആ 2 ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുക നമുക്ക്. നോക്കൂ, വൺ ഓഫ് ദ ഗേൾസ് ഈസ് ബ്രില്യൻറ്റ്, വൺ ഓഫ് ദ ഗേൾ ഈസ് ബ്രില്യൻറ്റ്, വൺ ഓഫ് ദ ഗേൾസ് ആർ ബ്രില്യൻറ്റ്, വൺ ഓഫ് ദ ഗേൾ ആർ ബ്രില്യൻറ്റ്. ദർ ആർ 4 ഓപ്ഷൻസ്. 4 ഓപ്ഷനുകൾ അവിടെ തന്നിട്ടുണ്ട്. ആ ഓപ്ഷനിൽ ഏറ്റവും അനുയോജ്യമായത് അതേതാണ് എന്ന് കണ്ടെത്തി നമ്മൾ എഴുതണം. ഞാനത് ഒരു പരിശീലനത്തിന് വേണ്ടി തന്നതാണ് ഈ 4 എണ്ണം. നിങ്ങൾ അതിൽ നിന്ന് ഏത് ഉത്തരമാണ് തിരഞ്ഞെടുക്കുക? വൺ ഓഫ് ദ ഗേൾസ് ഈസ് ബ്രില്യൻറ്റ്, വൺ ഓഫ് ദ ഗേൾ ഈസ് ബ്രില്യൻറ്റ്, വൺ ഓഫ് ദ ഗേൾസ് ആർ ബ്രില്യൻറ്റ്, വൺ ഓഫ് ദ ഗേൾ ആർ ബ്രില്യൻറ്റ്. അപ്പോൾ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശരിയായ ഉത്തരമേത്? അവിടെയാണ് വൺ ഓഫ് ദയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. വൺ ഓഫ് ദ, അത് ഉപയോഗിച്ച് നമ്മൾ ഒരു സെൻറ്റൻസ് പൂർത്തീകരിക്കുന്ന സമയത്ത് വൺ ഓഫ് ദയ്ക്ക് ശേഷം വരുന്ന സബ്ജക്റ്റ് അത് എപ്പോഴും പ്ലൂരലായിരിക്കണം. അപ്പം നോക്കണം, വൺ ഓഫ് ദയ്ക്ക് ശേഷം വരുന്ന സബ്ജക്റ്റ്, ഇവിടെ എന്താ സബ്ജക്റ്റ്? ഗേൾസാണ്. വൺ ഓഫ് ദ ഗേൾ, അത് തെറ്റാണ്. വൺ ഓഫ് ദ ഗേൾസ്, കണ്ടോ, വൺ ഓഫ് ദ ഗേൾസ്. അതിനുശേഷം വരുന്ന ഓക്സിലറി വെർബ്, ആ ഓക്സിലറി വെർബ് സിംഗുലറിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം. ഓക്സിലറി വെർബ് ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, ഷാൽ, ക്യാൻ, കുഡ്, വുഡ്, ഷുഡ്, മൈറ്റ്, അതോടൊപ്പം ഡു, ഡസ്, ഡിഡ്. കണ്ടോ, വേറെയും ഓക്സിലറി വെർബുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓക്സിലറി വെർബുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിലെ ഓക്സിലറി വെർബുകൾ സിംഗുലറിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറി വെർബുകളായിരിക്കണം. സബ്ജക്റ്റ് പ്ലൂരലായിരിക്കണം. അതോടൊപ്പം തന്നെ ഓക്സിലറി വെർബുകൾ സിംഗുലർ ആയിരിക്കണം. ഞാനത് ഏറ്റവും പ്രധാനപ്പെട്ട് നോക്കാം. വൺ ഓഫ് ദ ഗേൾസ്, അവിടെ ശരിയാണ്. അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലൂരലാണ്, ഗേൾസ്. അതിനുശേഷം വരുന്ന ഓക്സിലറി വെർബ് ഈസ് ബ്രില്യൻറ്റ്. കണ്ടോ, ഈസ്, അത് സിംഗുലറിനെ സൂചിപ്പിക്കുന്നതാണ്. ആറാണെങ്കിൽ പ്ലൂരലിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് 1ാമത്തെ ഉത്തരമാണ്. 2ാമത്തതിലുള്ള തെറ്റുകൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്. വൺ ഓഫ് ദ ഗേൾ, അവിടെ അത് തെറ്റാകുന്നത് എന്തുകൊണ്ടാണ്? സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ്. ഗേളാണ്, അത് ഗേൾസ് ആണെങ്കിൽ മാത്രമേ വൺ ഓഫ് ദയോടൊപ്പം ചേരൂ. അപ്പോൾ വൺ ഓഫ് ദ ഗേൾസ് എന്നിട്ട് പറയുന്നത് എന്താണ്? ഈസ് ബ്രില്യൻറ്റ്.
അവിടെ ശരിയാണത്. പക്ഷെ ഗേൾ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ തെറ്റ് വന്നിട്ടുള്ളത്. അവിടെ ഗേൾസ് എന്ന് വന്നിരിക്കണം. മൂന്നാമത്തത് വൺ ഓഫ് ദ ഗേൾസ് ആർ ബ്രില്യൻ്റ് ആണ്. എന്താ അവിടുത്തെ തെറ്റ്? ഇപ്പം നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ മൂന്നാമത്തേലെ തെറ്റെന്താന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. വൺ ഓഫ് ദ ഗേൾസ് അതുവരെ ശരിയാണ്. ആർ ബ്രില്യൻറ്റ്, ആർ എന്ന് പറയുന്നത് സിംഗുലറിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറി വെർബ് അല്ല, അത് പ്ലൂറലിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറി വെർബാണ്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. വൺ ഓഫ് ദ ഗേൾസ് ആർ ബ്രില്യൻ്റ് എന്ന് പറയുന്നത് തെറ്റാകുന്നത് അവിടുത്തെ ഓക്സിലറി വെർബ് പ്ലൂറൽ ആയതുകൊണ്ടാണ്. ഇനി അടുത്തത് വൺ ഓഫ് ദ ഗേൾ ആർ ബ്രില്യൻറ്റ്. വൺ ഓഫ് ദ ഗേൾ ആർ ബ്രില്യൻറ്റ്, അവിടെ രണ്ട് തെറ്റുകളുണ്ട്. വൺ ഓഫ് ദ ഗേൾ, അവിടെ ഗേൾസ് എന്നാണ് ഉറപ്പായിട്ടും വരേണ്ടത്. രണ്ടാമത്തെ ആർ എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് ഒരിക്കലും അവിടെ ഉപയോഗിക്കാൻ പാടില്ല, ഈസ് എന്നേ ഉപയോഗിക്കാൻ പാടും. അപ്പോൾ രണ്ട് തെറ്റുകളാണ് അവിടെ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഉത്തരമാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് എക്സാമ്പിൾ 2 ആ രണ്ടാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ കൂടുതലായിട്ട് ഇതിന് തന്നിട്ടില്ല, ഇതിന് തരേണ്ട ആവശ്യമില്ല. വൺ ഓഫ് ദ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് പൂർത്തീകരിക്കുമ്പോൾ വൺ ഓഫ് ദക്ക് ശേഷം വരുന്ന സബ്ജക്ട്സ് പ്ലൂരലായിരിക്കണം. കണ്ടോ? വൺ ഓഫ് ദ ആക്ടേഴ്സ് ഈസ് വെരി സ്മാർട്ട്. കണ്ടോ? വൺ ഓഫ് ദ ആക്ടേഴ്സ് ഈസ് വെരി വൺ ഓഫ് ദ ടീച്ചേഴ്സ് One of the teachers takes class every day. കണ്ടോ? Takes, T-A-K-E-S, takes the class every day. അപ്പോൾ അവിടെ ടേക്സ് എന്ന് പറയുന്നത് സിംഗുലറിനെ സൂചിപ്പിക്കുന്നതാണ്. വൺ ഓഫ് ദ ടീച്ചേഴ്സ് ടേക്സ് ക്ലാസ് എവരി ഡേ. എസ് അതിനോടൊപ്പം വരുന്നുണ്ട്, വെർബിനോടൊപ്പം എസ് കൂടി ചേരുന്നത് അവിടെ സിംഗുലറിനോടൊപ്പം ഹി, ഷീ, ഇറ്റ്, ടീച്ചേഴ്സ്, വൺ ഓഫ് ദ ടീച്ചേഴ്സ്, ടീച്ചർമാരിൽ ഒരാൾ ടേക്സ് ദ ക്ലാസ് വെരി വെൽ. കണ്ടോ? വളരെ ക്ലിയർ ആണത്. ഇനി നോക്കണം, രണ്ടാമത്തെ ചോദ്യമാണ് വൺ ഓഫ് ദ ടീച്ചർ ഈസ് ആക്റ്റീവ് ആൻഡ് സ്മാർട്ട്. അത് തെറ്റാണോ ശരിയാണോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. വൺ ഓഫ് ദ ടീച്ചർ ഈസ് ആക്റ്റീവ് ആൻഡ് സ്മാർട്ട്. അവിടെ എന്ത് തെറ്റാണ് കണ്ടത്? വൺ ഓഫ് ദ ടീച്ചേഴ്സ്. കണ്ടോ? ടീച്ചർമാരിൽ ഒരാൾ, വൺ ഓഫ് ദ ടീച്ചേഴ്സ് ഈസ് ആക്റ്റീവ് ആൻഡ് സ്മാർട്ട്. അതാണ് ശരി. വൺ ഓഫ് ദ ടീച്ചേഴ്സ് ഈസ് ആക്റ്റീവ് ആൻഡ് സ്മാർട്ട്. അവിടെ രണ്ടാമത്തെ ശരി ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ തെറ്റാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് വൺ ഓഫ് ദ ടീച്ചർ ആർ ആക്റ്റീവ് ആൻഡ് ബ്രില്യൻറ്റ്. അത് തെറ്റാകുന്നത് രണ്ട് തരത്തിലുള്ള തെറ്റുകളാണ് വരുന്നത്. അതിലൊന്ന് വൺ ഓഫ് ദ ടീച്ചേഴ്സ് എന്ന് വരണം, ഈസ് എന്നുള്ളതാണ് വരേണ്ടത്. ഈസ് ബ്രില്യൻ്റ് എന്നുള്ളതിന് പകരം ആർ ബ്രില്യൻ്റ് എന്നാണ് അവിടെ തന്നിട്ടുള്ളത്. രണ്ട് തെറ്റുകളാണ് അതിൽ വന്നിട്ടുള്ളത്. നാലാമത്തത് വൺ ഓഫ് ദ ടീച്ചേഴ്സ് ആർ ആക്റ്റീവ് ആൻഡ് ബ്രില്യൻറ്റ്. വൺ ഓഫ് ദ ടീച്ചേഴ്സ് എന്ന് വരുന്നത് വരെ ശരിയാണ്. പക്ഷേ അവിടെ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ആറല്ല, ഈസ് ആണ്. അപ്പോൾ വൺ ഓഫ് ദ ടീച്ചേഴ്സ് ഈസ് ആക്റ്റീവ് ആൻഡ് ബ്രില്യൻറ്റ്. രണ്ട് എക്സാമ്പിളുകൾ മാത്രമേ ഞാൻ ഈ വൺ ഓഫ് ദക്ക് തന്നിട്ടുള്ളൂ. കാരണം ഇത് ഒന്നാമത്തെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. രണ്ട് കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. വൺ ഓഫ് ദ ഉപയോഗിച്ചൊരു സെൻറ്റൻസ് പൂർത്തീകരിക്കുമ്പോൾ ആ വൺ ഓഫ് ദക്ക് ശേഷം വരുന്ന സബ്ജക്റ്റ് എപ്പോഴും പ്ലൂരലായിരിക്കണം. അതിനുശേഷം വരുന്ന ഓക്സിലറി വെർബ് നിർബന്ധമായും സിംഗുലറിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറി വെർബുകളായിരിക്കണം. സിംഗുലറിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറി വെർബ്. ഹാവ് എന്ന് ഉപയോഗിക്കില്ല, ഹാസ് ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ഉള്ള ഓക്സിലറി വെർബുകൾ, സിംഗുലറിനെ സൂചിപ്പിക്കുന്ന ഓക്സിലറി വെർബുകളായിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാമർ പോയിന്റ് വൺ ഓഫ് ദ വെച്ചുകൊണ്ട് മറ്റു സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും തെറ്റുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം മനസ്സിലാക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട് എന്ന് സൂചിപ്പിക്കട്ടെ. ഇനി അടുത്തത് ഞാൻ സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. എൻ്റെ ഈ ക്ലാസ് സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. അതായത് വളരെ ചെറുതിൽ നിന്ന് തുടങ്ങി ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനമാണ് വൺ ഓഫ് ദ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് നോക്കണം. രണ്ടാമത് ഈഫ് ക്ലോസ് ആണ്. ഈഫ് ക്ലോസ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറപ്പായിട്ടും ഡയലോഗ് കംപ്ലീഷനിൽ ഈഫ് ക്ലോസ് വരും. ഈഫ് ക്ലോസ് ഇല്ലാത്ത ഡയലോഗ് കംപ്ലീഷനുകളില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈഫ് ക്ലോസ് അറിയുമോ എന്നാണ് പ്രധാനം. ഈഫ് എന്ന് പറയുന്നത്
ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ്ഡ് ഓൺ വൺ കണ്ടീഷൻ. അതാണ് ബേസ്ഡ് ഓൺ വൺ കണ്ടീഷൻ. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതെങ്ങനെയാ ഞാൻ പറയാം. ആദ്യം പറയാം. നിങ്ങൾ എനിക്കൊരു ചായ വാങ്ങിത്തന്നാൽ ഞാൻ 5 രൂപ തരാം. കണ്ടോ? നിങ്ങൾ ചായ വാങ്ങിത്തന്നാൽ ഞാൻ 5 രൂപ തരാം. നിങ്ങൾ എനിക്കൊരു കുട തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഓറഞ്ച് തരാം. അപ്പം അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ കുട തന്നാൽ മാത്രമേ ഓറഞ്ച് തരുള്ളൂ. അതുപോലെ നിങ്ങൾ ചായ വാങ്ങിത്തന്നാൽ മാത്രമേ ഞാൻ 5 രൂപ തരുള്ളൂ. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻ ഈഫ് ഈസ് എ കണ്ടീഷണൽ ക്ലോസ്. അതാണ് ഈഫ് ഈസ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. അത് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? വ്യവസ്ഥ എന്താണ്? അവിടെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ എക്സാമ്പിൾ, ഇഫ് യു ഗീവ് മീ എ ബ്രൂം, നിങ്ങൾ എനിക്കൊരു ചൂല് തന്നാൽ ഞാൻ എന്ത് ചെയ്യാം? ഐ വിൽ സ്വീപ് ദ ക്ലാസ് റൂം. ഞാൻ ക്ലാസ് റൂം അടിച്ചു വരാം. അപ്പോൾ അതെപ്പോൾ ഞാൻ ക്ലാസ് റൂം അടിച്ചു വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായി ഒരു ചൂല് തന്നാലേ പറ്റൂ. ആ ചൂല് തരാത്തോടത്തോളം കാര്യം ചെയ്യില്ല. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. കണ്ടീഷനുകൾ 3 തരത്തിലാണ്. ഒന്ന് പ്രോബബിൾ കണ്ടീഷൻ, രണ്ടാമത്തത് ഇംപ്രോബബിൾ കണ്ടീഷൻ, മൂന്നാമത്തത് ഇംപോസിബിൾ കണ്ടീഷൻ. കണ്ടീഷൻസ് ആർ ഓഫ് 3 ടൈപ്പ്: പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷൻ. പ്രോബബിൾ സാധ്യമായത്, ഇംപ്രോബിൾ സാധ്യമാവുമായിരുന്നു പക്ഷേ സാധ്യമായില്ല. ഇംപ്രോബിൾ കണ്ടീഷൻ, ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമാകാത്ത കണ്ടീഷനുകൾ. അപ്പോൾ ദർ ആർ 3 ടൈപ്സ് ഓഫ് കണ്ടീഷൻസ്: പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബിൾ കണ്ടീഷൻസ്, ഇമ്പോസിബിൾ. ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഒരു ഉദാഹരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇഫ് യു ഗീവ് മീ എ ബ്രൂം ഐ വിൽ സ്വീപ് ദ ക്ലാസ് റൂം. ശരിയല്ലേ? ഇഫ് യു ഗീവ് മീ എ ബ്രൂം ഐ വിൽ സ്വീപ് ദ ക്ലാസ് റൂം. നിങ്ങൾ എനിക്കൊരു ചൂല് തന്നിരുന്നുവെങ്കിൽ ഐ വിൽ സ്വീപ് ദ ക്ലാസ് റൂം, ഞാൻ ക്ലാസ് റൂം അടിച്ചു വാരുമായിരുന്നു. തന്നാൽ, ഇഫ് യു ഗീവ് മീ എ ബ്രൂം, നിങ്ങൾ എനിക്കൊരു ചൂല് തന്നാൽ ഞാൻ അടിച്ചു വാരാം. അത് നടക്കുന്നതാണേ. ഇഫ് യു ഗീവ് മീ എ സ്വീറ്റ് ഐ വിൽ ഗീവ് യു 5 റുപ്പീസ്. നിങ്ങൾ എനിക്കൊരു മിഠായി എന്നാൽ ഞാൻ 5 റുപ്യ തരാം. കണ്ടോ? അത് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഇഫ് യു ടീച്ച് മീ ഗ്രാമർ ഐ വിൽ സ്കോർ ഗുഡ് മാർക്ക് ഇൻ ദ എക്സാമിനേഷൻ. കണ്ടോ? അത് നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്നെ ഗ്രാമർ പഠിപ്പിച്ചാൽ ഞാൻ നല്ല മാർക്ക് വാങ്ങും. നിങ്ങൾ എനിക്കൊരു മിഠായി എന്നാൽ ഞാൻ 5 രൂപ തിരിച്ചു തരും. അപ്പോൾ ഇത് നടക്കുന്നത് ആണ് പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത് പറയാ, ഇഫ് യു ഗേവ് മീ എ ബ്രൂം. ഗീവിന് പകരമായിട്ട് ഉപയോഗിച്ചത് ഗേവ് എന്നാണ്. ഗേവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാസ്റ്റ് ഫോമായി, V2 ഫോമായി, രണ്ടാമത്തെ ഫോമായി. അങ്ങനെ വന്ന് നിങ്ങൾ എനിക്ക് തന്നിരുന്നുവെങ്കിൽ, അതാണ് നോക്കുക. ഐ വുഡ് സ്വീപ് ദ ക്ലാസ് റൂം. ഞാൻ അടിച്ചു വാരുമായിരുന്നു. നിങ്ങൾ തന്നിരുന്നാൽ ഞാൻ അടിച്ചു വാരുമായിരുന്നു. അപ്പോൾ തന്നില്ല, അതുകൊണ്ട് ഞാൻ അടിച്ചു വാരിയില്ല. അപ്പോൾ ഇംപ്രോബബിൾ, നടക്കുമായിരുന്നതാണ് പക്ഷെ നടന്നില്ല. അടുത്തത് ഇംപോസിബിൾ കണ്ടീഷനാണ്. ഇംപോസിബിൾ കണ്ടീഷൻ, ഇഫ് യു ഹാഡ് ഗിവൺ മീ എ ബ്രൂം, നിങ്ങൾ എനിക്കൊരു ചൂല് തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടാകുമായിരുന്നു. ഒരു സാധ്യതയുമില്ലാത്ത, അതുകൊണ്ടാണ് ഇതിന് ഇംപോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ there are 3 types of conditions: probable conditions, improbable conditions, impossible condition. ഇനി നമ്മൾ അതിലേക്ക് സ്പെസിഫിക് ആയി പോവുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇഫ് എന്ന് പറയുന്ന ക്ലോസ് വെച്ചുകൊണ്ടൊരു സെൻറ്റൻസ് നിന്ന് രണ്ടാമത്തെ സെൻറ്റൻസ് പൂരിപ്പിക്കുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് എല്ലാവരും ശ്രദ്ധിക്കുക, ഇഫ് യു ഗീവ് മീ എ ബ്രൂം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇഫ് യു ഗീവ് മീ എ ബ്രൂം, ഗീവ്, കണ്ടോ അവിടെ ഗീവ്. ഇഫ് യു ഗീവ് മീ എ ബ്രൂം ഐ വിൽ സ്വീപ് ദ ക്ലാസ് റൂം. അവിടെ പ്രോബബിൾ ഓക്സിലറി വെർബുകളാണ് ഉപയോഗിക്കുക. അത് വിൽ, ഷാൽ, ക്യാൻ, മേ എന്നീ ഓക്സിലറി വെർബുകൾ അവിടെ ഉപയോഗിക്കാം. വില്ലിന് പകരം ഷാലെന്നോ ക്യാനെന്നോ മേ എന്നോ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ നോക്കണം, ഇഫ് യു ഗീവ് മീ എ ബ്രൂം, ഗീവ് എന്ന് പറയുന്നത് വെർബിൻ്റെ പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ ഗീവ് മീ എ ബ്രൂം, നിങ്ങൾ എനിക്കൊരു ചൂല് തന്നാൽ
അതാണ് ചൂല് തന്നാൽ. ഇഫ് യു ഗീവ് മീ എ ബ്രൂം, ഗീവ് എന്ന് പറയുന്നത് പ്രസന്റ് ഫോമാണ്. അപ്പോൾ അപ്പുറത്ത് വരുന്ന നോക്കണം, രണ്ടാമത്തെ സെന്റൻസിൽ വരുന്ന മാറ്റം നോക്കണം. ഐ വിൽ സ്വീപ്പ് ദ ക്ലാസ് റൂം. വിൽ സ്വീപ്പായി. വിൽ സ്വീപ്പ്, സ്വീപ്പ് എന്ന് പറയുന്നത് അടിച്ചു വാരുക അതാണല്ലോ. അതിൻ്റെ പാസ്റ്റ് ഫോം ആണെങ്കിൽ സ്വെപ്റ്റ് എന്ന് വരണം. പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും സ്വെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഐ വിൽ സ്വീപ്പ് ദ ക്ലാസ് റൂം, അവിടെ വിൽ ഉപയോഗിക്കണം. വിൽ സ്വീപ്പ് ദ ക്ലാസ് റൂം കണ്ടോ. അത് ക്യാൻ, ഐ ക്യാൻ സ്വീപ്പ് ദ ക്ലാസ് റൂം, ഐ ഷാൽ സ്വീപ്പ് ദ ക്ലാസ് റൂം, ഐ മേ സ്വീപ്പ് ദ ക്ലാസ് റൂം, അങ്ങനെയൊക്കെ വരാം. വില്ലോ ഷാലോ ക്യാനോ മേയോ ഒക്കെ ഉപയോഗിക്കാം, അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ രണ്ടാമത്തെ സെൻറ്റൻസിൽ വന്നത് ഐ വിൽ സ്വീപ്പ് ദ ക്ലാസ് റൂം എന്നാണ്. ഇനി രണ്ടാമത്തെ നോക്കണം. ഇഫ് യു ഗേവ് മീ എ ബ്രൂം, ഗീവിൻ്റെ പകരമായി ഉപയോഗിക്കപ്പെട്ടത് ഗേവ് എന്നാണ്. ഗേവ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്. ഗേവ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം, ഗീവിൻ്റെ പാസ്റ്റ് ഫോമാണ് ഗേവ്. അപ്പോൾ ഇഫ് യു ഗേവ് മീ എ ബ്രൂം, അപ്പോൾ അവിടെ ഗേവ് പാസ്റ്റ് ആയതുകൊണ്ട് വില്ലിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിച്ചു. ഐ വുഡ് സ്വീപ്പ് ദ ക്ലാസ് റൂം എന്നായി. ഐ വുഡ് സ്വീപ്പ് ദ ക്ലാസ് റൂം എന്നായി. ഈ ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആവുമെന്ന് മനസ്സിലാകുന്നത്. ഐ ക്യാൻ സ്വീപ്പ് ദ ഐ കുഡ് സ്വീപ്പ് ദ ക്ലാസ് റൂം, ഐ മൈ സ്വീപ്പ് ദ ക്ലാസ് റൂം, ഐ ഷുഡ് സ്വീപ്പ് ദ ക്ലാസ് റൂം. അപ്പോൾ വില്ലിന് പകരം ക്യാൻ ഉപയോഗിച്ചാൽ കുഡാവും, ഷാലിന് പകരം ഷുഡാവും, മേക്ക് പകരം മൈറ്റ് ആവും. അപ്പോൾ അവിടെ നോക്കണം. ഇഫ് യു ഗേവ് മീ എ ബ്രൂം ഐ വുഡ് സ്വീപ്പ് ദ ക്ലാസ് റൂം. അടുത്ത് നോക്കണം. ഇഫ് യു ഹാഡ് ഗിവൺ മീ എ ബ്രൂം, ഇഫ് യു ഹാഡ് ഗിവൺ മീ എ ബ്രൂം, ഹാഡ് ഗിവൺ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിച്ചത്. ഹാവ്, ഹാസ്, ഹാഡ് ഇവ ഉപയോഗിക്കുന്ന സമയത്ത് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമേ ഉപയോഗിക്കാൻ പാടൂ. നോക്കണം എല്ലാം ഇപ്പോൾ ഐ ഹാവ് ഈറ്റൺ ദോസ് ഐസ് കണ്ടോ. ഐ ഹാവ് ഈറ്റൺ ദോസ് ഐസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ട് ഫോം ഉപയോഗിച്ചത്. ഐ ഹാവ് സങ് എ സോങ് കണ്ടോ. സങ് എ സോങ്, സിങ്, സാങ്, സങ്. സങ്ങാണ് മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത്. ആ മൂന്നാമത്തെ രൂപം മാത്രമേ ഹാസിനോടൊപ്പം, ഹാവിനോടൊപ്പം, ഹാഡിനോടൊപ്പം ഉപയോഗിക്കാൻ പാടൂ. ഒരു കാരണവശാലും അല്ലാത്ത ഫോമുകൾ ഉപയോഗിക്കാനേ പാടില്ല. വെർബിൻ്റെ V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇഫ് യു ഹാഡ് ഗിവൺ മീ എ ബ്രൂം, നിങ്ങൾ എനിക്ക്, അപ്പോൾ ഗീവ്, ഗേവ്, ഗിവൺ കണ്ടോ. ഇഫ് യു ഹാഡ് ഗിവൺ മീ എ ബ്രൂം ഐ വുഡ് ഹാവ് സ്വെപ്റ്റ് ദ ക്ലാസ് റൂം. ഐ വുഡ് ഹാവ് സ്വെപ്റ്റ്. സ്വെപ്റ്റ് നോക്കുക, സ്വീപ്പിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് സ്വെപ്റ്റ്. ഐ വുഡ് ഹാവ് സ്വെപ്റ്റ് ദ ക്ലാസ് റൂം. അപ്പോൾ ഇവിടെ വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മൂന്ന് കാര്യങ്ങൾ. വെർബിന് ഈഫ് ക്ലോസിൽ വെർബിൻ്റെ പ്രസൻറ്റ് ഫോം ആണെങ്കിൽ അങ്ങേ രണ്ടാമത്തെ സെൻറ്റൻസിൽ വില്ല് അല്ലെങ്കിൽ ഷാല്, ക്യാന്, മേ അതിനുപയോഗിച്ചതിന് ശേഷം പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുക. രണ്ടാമത്തത് ഗേവാണ് ഉപയോഗിച്ചെങ്കിൽ വില്ലിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നു വുഡ് കണ്ടോ. ഐ വുഡ് സ്വീപ്പ് ദ ക്ലാസ് റൂം. മൂന്നാമത്തത് ഇഫ് യു ഹാഡ് ഗിവൺ മീ എ ബ്രൂം, ഹാഡ് ഗിവൺ ആണ് എന്ന് വിചാരിക്കുക. ഹാഡ് ഗിവൺ ആണെങ്കിൽ അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമോ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമോ ആണെങ്കിൽ എന്തായിരിക്കണം? നിർബന്ധമായും പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോം, പാസ്റ്റ് പെർഫെക്റ്റ് ഫോം. അതാണ് പാസ്റ്റ് പെർഫെക്റ്റായി മാറി. അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റായി മാറുന്ന സമയത്ത് നിർബന്ധമായും വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അവിടെ ഇഫ് യു ഹാഡ് ഗിവൺ മീ എ ബ്രൂം അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറി. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് ഐ വുഡ് ഹാവ് സ്വെപ്റ്റ് ദ ക്ലാസ് റൂം എന്നായി. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം അതാണ്. രണ്ടാമത്തെ നോക്കണം. അത് അവിടെ തൊട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിക്കും. ഇഫ് യു ഈറ്റ് എ ലോട്ട് കണ്ടോ, അവിടെ ഈറ്റാണ് പറഞ്ഞത്. വെർബിൻ്റെ V1 ഫോമാണ് ഉപയോഗിച്ചത്. നോക്കൂ, ഇഫ് യു ഈറ്റ് എ ലോട്ട് യു വിൽ ബിക്കം ലേസി കണ്ടോ. യു വിൽ ബിക്കം ഓർ അത് വില്ലോ ഷാലോ ക്യാനോ ഉപയോഗിക്കും. യു ക്യാൻ ബിക്കം ലേസി അങ്ങനെ ഉപയോഗിക്കാമല്ലോ. അത് യു മേ ബിക്കം ലേസി അത് ഉപയോഗിക്കാം. അപ്പോൾ വിൽ ബിക്കം കണ്ടോ, വിൽ ബിക്കം ലേസി. അടുത്ത് ഇഫ് യു എയ്റ്റ് എ ലോട്ട്, നിങ്ങൾ ഒരുപാട് നിന്നാൽ എന്താണ്? യു വുഡ് ബിക്കം ലേസി, നിങ്ങൾ മടിയനായി മാറും. യു വുഡ് ബിക്കം വില്ലിൻ്റെ പാസ്റ്റ് ഫോമായി അവിടെ ഉപയോഗിച്ചത്. ഇപ്പുറത്തും ഇഫിലെ ഒന്നാമത്തെ സെൻറ്റൻസിൽ തന്നെ വരുന്ന വെർബ് അത് പാസ്റ്റ് ഫോമാണ്. അതുകൊണ്ട് തന്നെ വില്ലിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിച്ച് വുഡാണ്. അടുത്ത് നോക്കണം. ഇഫ് യു ഹാഡ് ഈറ്റൺ എ ലോട്ട്, അവിടെ നിങ്ങൾ ഒരുപാട് തിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇഫ് യു ഹാഡ് ഈറ്റൺ എ ലോട്ട് യു വുഡ് ഹാവ് ബിക്കം ലേസി. യു വുഡ് ഹാവ് ബിക്കം ലേസി. ബിക്കം എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബിക്കം തന്നെയാണ്. കമ്മിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നോക്ക്, കം, കെയിം, കം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അതിനല്ലേ ബിക്കമും. അപ്പോൾ ബിക്കം, ബിക്കെയിം, ബിക്കം
മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത് ബിക്കമാണ്. അപ്പോൾ ഇഫ് യു ഹാഡ് ഈറ്റൺ എ ലോട്ട് യു വുഡ് ഹാവ് ബിക്കം ലേസി. അടുത്ത് നോക്കണം, മൂന്നാമത്തെ എക്സാമ്പിളാണ് ഇഫ് യു ബിഹേവ് ബാഡ്ലി ഐ ഷാൽ കീപ് യു സ്റ്റാൻഡിങ്. എന്നർത്ഥം ഇഫ് യു ബിഹേവ് ബാഡ്ലി, നീ മോശമായി പെരുമാറിയാൽ ഞാൻ നിന്നെ എണീപ്പിച്ചു നിർത്തും. നോക്കുക, ഇഫ് യു ബിഹേവ് എന്ന് പറഞ്ഞാൽ അതിന് വെർബിൻ്റെ പ്രസൻറ്റ് ഫോമാണ്. ബിഹേവ് വെർബിൻ്റെ പ്രസൻറ്റ് ഫോമാണ്. ഇഫ് യു ബിഹേവ് ബാഡ്ലി, നീ മോശമായി പെരുമാറിയാൽ ഐ ഷാൽ കീപ് യു സ്റ്റാൻഡിങ്, ഞാൻ നിന്നെ എണീപ്പിച്ചു നിർത്തും. അടുത്ത് നോക്ക്, ഇഫ് യു ബിഹേവ്ഡ് ബാഡ്ലി, ബിഹേവിൻ്റെ പാസ്റ്റ് ഫോമാണ് ബിഹേവ്. ആ ബിഹേവ്ഡ് ബാഡ്ലി ഐ ഷുഡ് കീപ് യു സ്റ്റാൻഡിങ്. ഐ ഷുഡാണ് വരുന്നത്, അവിടെ കണ്ടോ, ഐ ഷുഡ് ബിഹേവ് കണ്ടു, ബിഹേവ്ഡ്, ഐ ഷുഡ് കീപ് യു സ്റ്റാൻഡിങ്. അടുത്ത് നോക്കണം, ഇഫ് യു ഹാഡ് ബിഹേവ്ഡ് ബാഡ്ലി, ഇഫ് യു ഹാഡ് ബിഹേവ്ഡ് ബാഡ്ലി ഐ ഷുഡ് ഹാവ് കെപ്റ്റ് യു സ്റ്റാൻഡിങ്. ഐ ഷുഡ് ഹാവ് കെപ്റ്റ്. കീപ്പിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പമാണ് കെപ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈഫ് ക്ലോസ് എന്ന് പറയുന്നത് വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. അത് 3 തരത്തിലേ ഉള്ളൂ. ഒന്ന് പ്രസൻറ്റ് ഫോം, രണ്ടാമത്തെ പാസ്റ്റ് ഫോം, മൂന്നാമത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. പ്രസൻറ്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, 3 തരത്തിലുള്ള. ആ പ്രസൻറ്റ് ഫോമിനെ പറയുന്ന പേര് ഞാൻ പറഞ്ഞു പ്രോബബിൾ കണ്ടീഷൻ എന്നും, രണ്ടാമത്തത് ഇംപ്രോബബിൾ കണ്ടീഷൻ എന്നും, മൂന്നാമത്തത് ഇംപോസിബിൾ കണ്ടീഷൻ എന്നും. ഈ 3 കണ്ടീഷനുകൾ മാത്രമേ ഈഫ് ക്ലോസിൽ വരുന്നു. ഈ ഈഫ് ക്ലോസിനെ കുറിച്ചുള്ള ധാരണ ഒരു കുട്ടിക്കുണ്ട് എങ്കിൽ ഒരു കാരണവശാലും ആ കുട്ടിക്ക് അത് തെറ്റില്ല. അപ്പോൾ ഈഫിനോടൊപ്പം ഈഫിൽ വരുന്ന നോക്കുക, വെർബ് പ്രസൻറ്റ് ഫോം ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റമാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ വരുന്നത്. അത് വില്ലെന്നോ ഷാലെന്നോ ഒക്കെ. ഐ ഷാൽ സിങ് എ സോങ്, കണ്ടോ, ഐ ഷാൽ സിങ് എ സോങ്, ഐ ക്യാൻ സിങ് എ സോങ്, ഐ മേ സിങ് എ സോങ്. അപ്പോൾ പ്രസൻറ്റ് ഫോം ആണെങ്കിൽ അപ്പുറത്ത് വരുന്ന സെൻറ്റൻസും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരണം. ഇനി രണ്ടാമത്തത് പാസ്റ്റ് ഫോം ആണെങ്കിൽ അവിടുന്ന് വില്ലിന് പകരം വുഡെന്നും, ഷാലിന് പകരം ഷുഡെന്നും, ക്യാന് പകരം കുഡെന്നും, മേക്ക് പകരം മൈറ്റെന്നും വരുന്നു എന്ന് മാത്രമേ അതിൽ വ്യത്യാസങ്ങളുള്ളൂ. എന്നാൽ ഹാഡ് വന്നാൽ അത് അപ്പുറത്ത് ഐ ഷുഡ് ഹാവ്, അല്ലെങ്കിൽ ഐ വുഡ് ഹാവ്, ഐ കുഡ് ഹാവ്, ഐ മൈറ്റ് ഹാവ്. പിന്നെ അതോടൊപ്പം തന്നെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കുന്നത്, മൂന്നാമത്തെ രൂപം. അപ്പോൾ അങ്ങനെ ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, ഈഫ് ക്ലോസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈഫ് ക്ലോസ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ അത് 3 തരത്തിലുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അടുത്തത് നോക്കണം. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗാണ്. നമുക്ക് പല കുട്ടികൾക്കും ക്വസ്റ്റ്യൻ ടാഗുകളിൽ തെറ്റ് വരാറുണ്ട്. ക്വസ്റ്റ്യൻ ടാഗുകൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? നോക്കൂ, അവൻ ടീച്ചറാണ്, നമ്മളോട് ഒരാൾ പറയുകയാണ് അവൻ ടീച്ചറാണ്. അപ്പം നമ്മൾ ചോദിക്കും തന്നെ എന്ന് പറയും. അങ്ങനെ അത് തന്നെ എന്നുള്ളൊരു നെഗറ്റീവ് ടോണാ. അവൻ വയറ് നിറച്ച് തിന്നിട്ടോ തന്നെ എന്ന് നമ്മൾ പറയും. ആ തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗായി വരുന്നത്. അതൊരു നെഗറ്റീവ് ടോണാ. അവൻ വള്ളം നിറച്ച് തിന്നിട്ടോ തന്നെ എന്ന് നമ്മൾ പറയും. അതുപോലെ അവൻ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി തന്നെ എന്ന് നമ്മൾ പറയും. അതിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ്. നമ്മുടെ മലയാളത്തിലെ എല്ലാ യൂസേജുകളും ഇംഗ്ലീഷിലും ഉണ്ടാവും. നമ്മളത് മനസ്സിലാക്കണം. മലയാളത്തിൽ ഇപ്പോൾ അതിനെന്താ നമ്മൾ പറയുമല്ലോ, അതിനെന്താ, സോ വാട്ട്, നമ്മൾ ഇംഗ്ലീഷിലും അത് വരട്ടെ. അതുപോലെ ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും എന്താ നിങ്ങൾ വിചാരം? ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും ആഖ്യാന രീതിയും അന്വാഖ്യാന രീതിയും എന്നതിന് പറയും. ഞാൻ അതൊന്നും പറയണില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷം ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ വിശദമായി ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും പഠിപ്പിക്കും. അതോടൊപ്പം ഈ പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും പഠിപ്പിക്കും. അത് സംശയിക്കേ വേണ്ട, ഏറ്റവും ഈസിയസ്റ്റായി. ഞാൻ അത് വെറുതെ പറയുന്നല്ല. മാത്സ് ഡ്യൂൻ്റെ ഈ ക്ലാസ്സിൽ യാതൊരു സംശയമല്ല, 2 മണിക്കൂറുകൾ കൊണ്ട് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും എല്ലാ കുട്ടികളും പഠിക്കുന്ന ട്രിക്ക് നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യും. അത് പരീക്ഷയ്ക്ക് മുമ്പ്, അടുത്ത ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ്. ഇപ്പം നമ്മൾ സമയം വൈകിയത് കൊണ്ടാണ് അത് ചെയ്യാത്തത്. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ്, ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതൊരു നെഗറ്റീവ് ടോണാണ്. അതിനൊരു ഷോർട്ട് ഫോം ഉണ്ട് കേട്ടോ. ആ ഷോർട്ട് ഫോം ഞാൻ ഇവിടെ വേണമെങ്കിൽ എഴുതാം, നോക്കണം. ഷോർട്ട് ഫോം, ആ ഷോർട്ട് ഫോമിൽ ഒന്ന്
ഒന്ന് ഓക്സിലറി വെർബ് പ്ലസ് nd പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അത് പോസിറ്റീവ് ആണെങ്കിലാണ്. പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് അവിടെ എന്ത് വേണം? ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം നോക്കണം. ഓക്സിലറി വെർബ് പ്ലസ് nd പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. അതിന് കണ്ടെത്താനുള്ള മാർഗം. എന്നാൽ nd വരില്ല. എവിടെ? സെൻറ്റൻസ് നെഗറ്റീവ് ആണ് എങ്കിൽ ആ സെൻറ്റൻസിൽ ആ ക്വസ്റ്റ്യൻ ടാഗിൽ ഒരിക്കലും nd വരാൻ പാടില്ല. അത് പോസിറ്റീവ് ആയിരിക്കും എന്നർത്ഥം. ഞാൻ പറയുന്നത് അങ്ങനത്തെ ഉദാഹരണങ്ങളും ഇതിലുണ്ട്. നോക്കുക, എന്താണ് ഓക്സിലറി വെർബ്? ഓക്സിലറി വെർബ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഓക്സിലറി വെർബുകൾ ഏതൊക്കെ? ആം, ഈസ്, ആർ, വാസ്, വേർ, കണ്ടോ? ഹാസ്, ഹാവ്, ഹാഡ്, will, shall, can, may, might, would, should, could, might. നോക്കണം. പിന്നെ മസ്റ്റ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉണ്ട്. ഡു, ഡസ്, ഡിഡ്. ഡു, ഡസ്, ഡിഡ് എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനിവിടെ അത് എഴുതി വെക്കുന്നുണ്ട്. ഡു, ഡസ്, ഡിഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഈ ഡു, ഡസ്, ഡിഡ് കേട്ടോ. ഞാൻ അതൊന്ന് റൗണ്ട് ചെയ്തിരുന്നുണ്ട്. ഡു, ഡസ്, ഡിഡ് എന്താന്ന് നോക്കുക. ഇനി നമ്മൾ ഓക്സിലറി വെർബ് എന്താന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഓക്സിലറി വെർബ് ഇപ്പോൾ വി ആർ ഡ്രിങ്കിങ് കോഫി. ആ സെൻറ്റൻസ് എടുത്തു. അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കണം. അത് സെൻറ്റൻസ് നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. സെൻറ്റൻസ് നെഗറ്റീവ് ആകുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ നോ, നോട്ട്, നെവർ. 3 എണ്ണായേ. നോ, നോട്ട്, നെവർ. അടുത്തത് ലിറ്റിൽ നെഗറ്റീവാ. ഫ്യൂ നെഗറ്റീവാണ്. ഐ ഹാവ് ലിറ്റിൽ മണി ഇൻ മൈ പോക്കറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? ഐ ഹാവ് നോ മണി ഇൻ മൈ പോക്കറ്റ്. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്. എനിക്ക് സുഹൃത്തുക്കളില്ല. നെഗറ്റീവാ അത്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. കണ്ടോ? സെൽഡം ആ വാക്ക് നെഗറ്റീവാണ്. ഹാർഡ്ലി, HARDLY, ഹാർഡ്ലി അത് നെഗറ്റീവാണ്. സ്കേഴ്സ്ലി അതാണ്. സ്കേഴ്സ്ലി അത് നെഗറ്റീവാണ്. റെയർലി നെഗറ്റീവ്. അപ്പോൾ ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആണ് എന്നറിയണമെങ്കിൽ ഈ വാക്കുകളൊക്കെ ഉണ്ടായാൽ മതി. ഈ വാക്കുകൾ ഉണ്ടെങ്കിൽ അതെന്താണ്? ആ സെൻറ്റൻസ് നെഗറ്റീവാണ്. നോ, നോട്ട്, നെവർ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം, അതോടൊപ്പം ഫ്യൂ, ലിറ്റിൽ. എന്നാൽ എ ലിറ്റിൽ ആയാൽ അത് പോസിറ്റീവായിട്ടോ. ഐ ഹാവ് എ ലിറ്റിൽ മണി ഇൻ മൈ പോക്കറ്റ്. ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. അപ്പോൾ അത് പോസിറ്റീവായി. എന്നാൽ ലിറ്റിൽ എന്ന് മാത്രമാണ്. ഐ ഹാവ് ലിറ്റിൽ മണി ഇൻ മൈ പോക്കറ്റ്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ലിറ്റിൽ എന്ന് പറയുന്നത് നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നതാണ് എന്നർത്ഥം. എന്നാൽ എ ലിറ്റിലാണെങ്കിൽ അത് പോസിറ്റീവാണ്. ഫ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്. അപ്പോൾ അത് രണ്ടും ഇത്രയും വാക്കുകൾ ആ ഒരു സെൻറ്റൻസിൽ ഇത്രയും വാക്കുകൾ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് നെഗറ്റീവാണ് എന്ന് തിരിച്ചറിയുക. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ടാഗിൽ മാറ്റങ്ങൾ വരുത്തുക. ഇത്രയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ എന്താണ് ഓക്സിലറി വെർബ് എന്നും ഓക്സിലറി വെർബ് ഇല്ലാത്ത സെൻറ്റൻസിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാൻ നോക്കുന്നത് വി ആർ ഡ്രിങ്കിങ് കോഫി. അവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ഓക്സിലറി വെർബ് ഉണ്ട്. ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, ഷാൽ, ക്യാൻ, കുഡ്, മൈറ്റ്. ആ വാക്കുകളിലൊക്കെ ഡു, ഡസ്, ഡിഡ്. അതിലേതെങ്കിലും ഇതിലുണ്ടോ? ഉണ്ട്. എന്താണ്? ആർ എന്ന് പറയുന്നത്. അപ്പോൾ ആർ എഴുതി. ആർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആർ എന്ന് എഴുതി. ആർ. കണ്ടോ? അവിടുത്തെ ഓക്സിലറി വെർബ് കിട്ടി. ഇനി എന്ത് കിട്ടണം? nd ചേർക്കണം. അപ്പോൾ nd അവിടെ ചേർക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഉപയോഗിക്കുക. ആർ എന്ന് കിട്ടി. nd ചേർത്തു. കണ്ടോ? ആറിൻ്റ്. പിന്നെ അവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ സൂചിപ്പിക്കുന്ന പദം. അത് നമുക്കറിയാം. ഹി, ഷീ, ദേ, വി ഇതൊക്കെ തന്നെ എന്താണ്?
ഒരു ആളിനെ സൂചിപ്പിക്കുന്ന ഒക്കെ ഒരാളിനെ സൂചിപ്പിക്കുന്ന പദമാണ്. ഇതിന് വേറെ പ്രോനൗണുകളെന്ന് വിളിക്കും. അവ സർവനാമങ്ങൾ പ്രോനൗണുകളാണ്. അപ്പോൾ ആ പ്രോനൗണുകളെ മാത്രമേ ഉപയോഗിക്കാൻ പാടൂ. ഇപ്പോൾ ഈ ദ policemen were standing outside. അവിടെ policemen അങ്ങനെ വെക്കാൻ പാടില്ല. policemen എന്നതിന് പകരം ദേ എന്ന് ഉപയോഗിക്കുന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. പ്രോനൗണുകളാണ് ഉപയോഗിക്കാൻ പാടൂ എന്നർത്ഥം. വി ആർ ഡ്രിങ്കിങ് കോഫി. ആറിൻറ്റ് സബ്ജക്റ്റ് അവിടുത്തെ ഉണ്ട്, വി ആണ്. നോക്കൂ, സബ്ജക്റ്റ്. അപ്പോൾ ഓക്സിലറി വെർബ് ആറ് കിട്ടി, ഇൻഡ് ചേർത്തു, സബ്ജക്റ്റ് വി ചേർത്തു, കഴിഞ്ഞില്ല, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടണം. അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാകാകുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത്, ദേ ആർ റൈറ്റിംഗ് ലെറ്റേഴ്സ്. അവിടെ നമുക്ക് നോക്കണം, അവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കണം. ഓക്സിലറി വെർബ് ഉണ്ട്, ആർ. കണ്ടോ, ആർ. ഇനി അത് സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കണം. അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ ഇൻഡ് ചേർത്തു. കണ്ടോ, ആറിൻറ്റ്. ഇനി സബ്ജക്റ്റ് അവിടുത്തെ തന്നിട്ടുണ്ട്, ദേ. കണ്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, ആറിൻറ്റ് ദേ. അടുത്തത്, വി വർക്ക്ഡ് എവരി ഡേ. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അതും കൂടി ഉണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് ആണോ എന്ന് തിരിച്ചറിയാനും കൂടി, എവിടെ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ആണോ എന്ന് തിരിച്ചറിയാനൊരു മാർഗമുണ്ട്. നോക്കൂ, ഒന്നാമത്തെ സെൻറ്റൻസ് കംപ്ലീറ്റ് മീനിങ് ആയിരിക്കും. തന്നിരിക്കുന്ന സെൻറ്റൻസ് മീനിങ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു ഡാഷ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും, കോമ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും, ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഉറപ്പിച്ചോളി അതെന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് തിരിച്ചറിയുന്നത്? തന്നിരിക്കുന്ന സെൻറ്റൻസ് എപ്പോഴും ഹീ ഈസ് എ ടീച്ചർ. കണ്ടോ, അവിടെ കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്, പൂർണ്ണമായ അർത്ഥമുള്ള സെൻറ്റൻസ് ആണ്. ഹീസ് എ ടീച്ചർ. അപ്പോൾ അവിടെ ഓക്സിലറി വെർബ് കണ്ടെത്താൻ ഈസ് എടുക്കുക. അപ്പോൾ ഈസിൻ്റെ ഹി. കണ്ടോ, അവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുന്ന സമയത്ത് തന്നിരിക്കുന്ന സെൻറ്റൻസ് എപ്പോഴും മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിരിക്കും, പൂർണ്ണമായ അർത്ഥമുള്ള സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, വി വർക്ക്ഡ് എവരി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും ജോലി ചെയ്തു. വി വർക്ക്ഡ് എവരി ഡേ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, ക്യാൻ, മേ, മൈറ്റ്, വുഡ്, ഷുഡ്, അതൊന്നുമില്ല ഇവിടെ. ആ ഓക്സിലറി വെർബുകളേ ഇല്ല. ഓക്സിലറി വെർബുകൾ ഇല്ലാത്ത ഒരു സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് കണ്ടെത്തുക തന്നെ വേണം. ഓക്സിലറി വെർബ് ഇല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്വസ്റ്റ്യൻ ടാഗുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഷോർട്ട് ഫോം അവിടെ തന്നിട്ടുണ്ട്, ഓക്സിലറി വെർബ് പ്ലസ് ഇൻഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ആ രൂപം നിർബന്ധമാണ്. അതില്ലെങ്കിൽ എന്തല്ല. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബില്ല ഈ സെൻറ്റൻസിൽ. വി വർക്ക്ഡ് എവരി ഡേ. അപ്പോൾ വി വർക്ക്ഡ് എവരി ഡേ, അവിടെ ഓക്സിലറി വെർബ് ഇല്ല. ഞാൻ പറഞ്ഞ ഓക്സിലറി വെർബുകൾ ഒന്നും കാണാനില്ല. അപ്പം എന്താ ചെയ്യുക? അപ്പോൾ ഉപയോഗിക്കുന്ന മൂന്ന് ഓക്സിലറി വെർബുകളാണ് ഡു, ഡസ്, ഡിഡ്. എവിടെയാണ് ഡൂവും ഡസും ഡിഡും ഉപയോഗിക്കുക? ഞാൻ പറഞ്ഞു, ഓക്സിലറി വെർബ് ഇല്ലാത്ത ഒരു സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് ഓക്സിലറി വെർബ് ഡു, ഡസ്, ഡിഡ്. അവിടെ നോക്കണം, വർക്ക്സ് എന്നാണ്, എസ് വന്നു വെർബിനോടൊപ്പം. വെർബ് എന്ന് പറയുന്ന ക്രിയ, വർക്ക്ഡ് എന്നാണ് അവിടുത്തെ ക്രിയ. ആ വർക്ക്ഡിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, എസ് വന്നു, വർക്ക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഓക്സിലറി വെർബ് എപ്പോഴും ഡസ് ആയിരിക്കും. ഇനി രണ്ടെണ്ണേ വേറെ ഉള്ളൂ, വർക്കും വർക്ക്ഡും. വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക, വർക്ക്ഡ് ജോലി ചെയ്തു, വർക്ക്ഡ് പാസ്റ്റ് ഫോമാണ്. പാസ്റ്റ് ഫോം ആണെങ്കിൽ ഡിഡ് ആണ് ഉപയോഗിക്കുക. പ്രസൻറ്റ് ഫോം ആണ് വർക്ക്, അതാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് ഡു ആണ്. ഇനി ഷീ സിങ്സ് എ സോങ്, അവിടുത്തെ ഓക്സിലറി വെർബ് എന്താ? സിങ്സ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഡസ് ആണ്. ഷീ സാങ് എ സോങ്, അവൾ പാട്ട് പാടി. അപ്പോൾ ഡിഡാണ് ഓക്സിലറി വെർബ് വരിക. എന്നാൽ അവിടെ ദേ സിങ് എ സോങ്, അവർ പാട്ട് പാടി. ദേ സിങ് എ സോങ്, ഐ സിങ് എ സോങ്. സിങ് ആണ് വെർബിൻ്റെ പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഡു ആണ്.
ഞാൻ ഈ 3 ഓക്സിലറി വെർബുകളെ കുറിച്ചും പറഞ്ഞു. ഡു, ഡസ്, ഡിഡ്. അപ്പോൾ ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്ന 3 ഓക്സിലറി വെർബുകൾ നമ്മൾ മനസ്സിലാക്കണം. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബുകൾ തന്നിട്ടില്ല എങ്കിൽ ഓക്സിലറി വെർബ് കണ്ടെത്താതെ ക്വസ്റ്റ്യൻ ടാഗുകൾ ചെയ്യാൻ സാധിക്കില്ല. ക്വസ്റ്റ്യൻ ടാഗുകൾ ചെയ്യണമെങ്കിൽ ഈ ഓക്സിലറി വെർബ് കണ്ടെത്തണം. ഓക്സിലറി വെർബ് കണ്ടെത്താനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന 3 ഓക്സിലറി വെർബുകളേ ഉള്ളൂ. ഡു, ഡസ്, ഡിഡ്. ഡസ് എന്ന് പറയുന്ന വാക്കിൽ എസ് ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ തന്നിരിക്കുന്ന വെർബിൻ്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ അവിടെ ഓക്സിലറി വെർബ് സംശയിക്കേ വേണ്ട ഡസ്സാണ്. ഇനി അവിടെ തന്നിരിക്കുന്നത് പ്രസൻറ്റ് ഫോമാണ്, വർക്കാണ്. ഞാൻ പറഞ്ഞല്ലോ വർക്ക് പ്രസൻറ്റ് ഫോം ആണെങ്കിൽ ഓക്സിലറി വെർബ് ഡു ആണ്. വർക്ക്ഡാണ്, അത് പാസ്റ്റ് ഫോമാണ്. പാസ്റ്റ് ഫോം ആണ് എങ്കിൽ അത് ഡിഡ് ആയിരിക്കും ഓക്സിലറി വെർബ്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. വി വർക്ക്ഡ് എവരി ഡേ എന്നല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ അവിടുത്തെ ഓക്സിലറി വെർബ് കണ്ടെത്തണം. ഓക്സിലറി വെർബ് കണ്ടെത്താൻ ആർക്കും പണിയില്ല. വർക്ക്ഡ് ആണ്. വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോമാണ്. അപ്പോഴത്തെ ഓക്സിലറി വെർബ് ഡിഡാണ്. ഡിഡ്. ഇതൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ വലിയ അക്ഷരത്തിൽ എഴുതാൻ പാടില്ല, ചെറിയ അക്ഷരത്തിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതൊരു സെൻറ്റൻസിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വലിയ അക്ഷരത്തിൽ എഴുതാൻ പാടില്ല. ഡിഡ്. ഇത് പാസ്റ്റ് ഫോമാണ്. ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? യാതൊരു സംശയമുണ്ട്, പോസിറ്റീവാണ്. അപ്പോൾ ഒന്നുകൂടി ചേർത്തു, ഡിഡിൻറ്റ്. ഇനി എന്താ അവിടുത്തെ സബ്ജക്റ്റ് വി. ഡിഡിൻറ്റ് വി. കണ്ടോ ക്വസ്റ്റ്യൻ മാർക്ക്. അതിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുക. അടുത്തത് നോക്കണം. She sang a song on the stage. She sang a song on the stage. അവൾ പാടി ഒരു പാട്ട്, സ്റ്റേജിൽ ഒരു പാട്ട് പാടി. sang a song on the stage. അവിടെ പൂർണ്ണമായ അർത്ഥമുള്ള വാക്കാണ്. എന്നിട്ട് കോമട്ടിട്ട് ഒരു വരയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് തന്നാൽ ഉറപ്പാണ് അതെന്താണ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അവിടെ നോക്കണം. ഷീ sang a song. അവിടെയും ഓക്സിലറി വെർബില്ല. ഓക്സിലറി വെർബില്ല. നോക്കൂ, ഓക്സിലറി വെർബില്ലെങ്കിൽ അവിടുത്തെ വെർബ് കണ്ടെത്തുക. വെർബ് സാങ് ആണ്. പാടി. എന്ന് പറഞ്ഞാൽ അത്ര കേൾക്കുമ്പോൾ തന്നെ അറിയാതെ പാസ്റ്റ് ഫോം ആണ്. സിങ്സ് ആണെങ്കിൽ ഡസ് ആണ് വരിക. സിങ് ആണെങ്കിൽ ഡു ആണ് വരിക. സാങ് ആണ് ഡിഡ്. അപ്പോൾ ഡിഡ് എഴുതി, അവിടെ ഡിഡ് കണ്ടെത്തി. ഇനി അടുത്തത് അത് പ്രസന്റ് ഞാൻ സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നാണ്. അത് നെഗറ്റീവ് ആണ് എങ്കിൽ നെഗറ്റീവ് അല്ലത്, അത് പോസിറ്റീവാണ്. അതുകൊണ്ട് ഇൻഡ് എഴുതും. അടുത്തത് ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്ത് എഴുതി. ഡിഡിൻ ഷീ. കണ്ട. അടുത്തത് റാണി ഡ്രിങ്ക്സ് കോഫി എവരി ഡേ. വളരെ എളുപ്പമാണ്. ആ സെന്റൻസിൽ എന്തില്ല, ഓക്സിലറി വെർബില്ല. ഓക്സിലറി വെർബില്ലാത്ത സെന്റൻസ് ആയതുകൊണ്ട് തന്നെ റാണി ഡ്രിങ്ക്സ് കോഫി എവരി ഡേ എന്നാണ്. റാണി ഡ്രിങ്ക്സ് കോഫി എവരി ഡേ. ഡ്രിങ്ക്സ് കണ്ടോ, സ് എന്നുള്ള ഒച്ച കേൾക്കാം. അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓക്സിലറി വെർബ് എന്തായിരിക്കും, ഡസ് ആണ്. അപ്പോൾ ഡസ് എഴുതി. ഡസ്. ഇനി സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കുക. അത് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഡസിൻറ്റ് എന്ന് എഴുതി. എന്നിട്ട് റാണി. ഡസിൻറ്റ് റാണി അല്ല ഇടേണ്ടത്. റാണിയെ സൂചിപ്പിക്കുന്ന പ്രോനൗൺ എന്ന് പറയുന്നത് ഷീ ആണ്. അത് ഉപയോഗിക്കണം. ഡസിൻ ഷീ. കണ്ടോ, ഡസിൻ ഷീ കഴിഞ്ഞു നമ്മളുടേത്. അപ്പോൾ ഡസിൻ ഷീ. അവിടെ ഒരു കാരണവശാലും റാണി എന്ന് ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് റാണിയാണല്ലോ തന്നിട്ടുള്ളത്. ആ റാണി ഉപയോഗിക്കാൻ പാടില്ല. റാണിക്ക് പകരമായി ഉപയോഗിക്കുന്ന പ്രോനൗണുകളാണ് ഉപയോഗിക്കുന്നത്. ഹീ, ഷീ, ഇറ്റ്, ദേ, അതോടൊപ്പം ഐ എന്നൊക്കെ തന്നെ വരുന്ന വി എന്നൊക്കെ വരുന്ന പ്രോനൗണുകളാണ് ഉപയോഗിക്കേണ്ടത്. 7 എണ്ണമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതൊന്നുമല്ല നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് റാണിക്ക് പകരമായി ഉപയോഗിക്കുന്ന ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്. നോക്കുക. അടുത്ത് ലെറ്റ് മീ ഡ്രിങ്ക് കോഫി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ലെറ്റ് മീ ഡ്രിങ്ക് കോഫി. അതൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ലെറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കണ്ടെത്ത ഡ്രിങ്കിനെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഡു കിട്ടും. അങ്ങനെയൊന്നും അല്ല ഉപയോഗിക്കുക. ലെറ്റ് എന്ന് പറയുന്ന പദമാണ് വന്നതെങ്കിൽ അതൊരു റെയർ കളക്ഷനാണ്. റെയറാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ റെയറാണ്. ഇപ്പം നിങ്ങൾക്കത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന സാധനമാണത്. ലെറ്റ് എന്ന് പറയുന്ന വാക്ക്. ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ് എന്ന് വന്നാൽ നിർബന്ധമായും അവിടെ ഉപയോഗിക്കേണ്ട പദം എന്ന് പറയുന്നത് ഷാലാണ്. ലെറ്റ് കണ്ട ഉപയോഗിച്ചോളി ഷാൽ എന്നുള്ളത്. ഇനി അവിടെ മീ ആണ്. മീ ആണെങ്കിൽ ലെറ്റ് അസ് ആണ് വരുന്നതെങ്കിൽ വി എന്നും, ലെറ്റ് മീ ആണെങ്കിൽ ഐ എന്നും വരണം. ലെറ്റ് അസ് ആണെങ്കിൽ വരുന്നത് ഷാൽ വി എന്ന് പറയും. എന്നാൽ ലെറ്റ് മീ ആണെങ്കിൽ അത് ഉറപ്പിച്ചോളിന് യാതൊരു സംശയമുണ്ടോ, ഐ ആയിരിക്കും. ഷാലായി.
അപ്പം ലെറ്റിനൊരു പ്രത്യേകത ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ അതിലെ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്തുന്ന സമയത്ത് ഷാലായിരിക്കണം അതിലെ ഓക്സിലറി വെർബായി ഉപയോഗിക്കുന്നത്. ഇനി അത് സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊന്നും വിഷയമല്ല. അതെന്തായിരിക്കണം, അത് പോസിറ്റീവായിട്ടേ ഉപയോഗിക്കുക. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിൽ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നിർബന്ധമായും അതിൽ ഈ സബ്ജക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് മീ എന്നാണെങ്കിൽ ഐ എന്നും അസ് ആണെങ്കിൽ അത് വി എന്നും ഉപയോഗിക്കണം. ഷാലായി ഷാൽ വി. ഒരുപാട് പ്രത്യേകതകളുണ്ട് ലെറ്റിന്. ആ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അത് പ്ലീസ് ഓപ്പൺ ദ ഡോർ. നോക്കൂ, പ്ലീസ് ഓപ്പൺ ദ ഡോർ. അവിടെ യു പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്നാണ് ശരിക്കും വേണ്ടത്. പ്ലീസ് ഓപ്പൺ ദ ഡോർ, യു പ്ലീസ് ഓപ്പൺ ദ ഡോർ. അതാണല്ലോ അവിടുത്തെ സബ്ജക്റ്റ്. എന്തായാലും അതായിരിക്കും, സംശയിക്കുകയോ വേണ്ട. പക്ഷെ അത് പറയേണ്ട ആവശ്യമില്ല. പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഡോൺ മൂവ്. കണ്ടോ, ഡോൺ ടോക്ക്. അവിടുത്തെ യു ഡോൺ ടോക്ക് എന്നാണ് വരേണ്ടത്. പക്ഷേ അത് പറയേണ്ട ആവശ്യമില്ലേ, അണ്ടർസ്റ്റുഡ് അവിടെ ഡോൺ ടോക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ പ്ലീസ് ഓപ്പൺ ദ ഡോർ അവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം, വിൽ. കണ്ടോ അവിടെ വില്ലിനോടൊപ്പം നോട്ട് കൂടി ചേർത്താൽ എന്താ വരിക, വോണ്ട് യു. കണ്ടോ, യു എന്നാണ് വരിക. ഇത് റെയറാട്ടോ. ഇത് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് ഉപയോഗിക്കുന്നതാണ്. ഇനി അഥവാ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം എന്താണ്, ലെറ്റൊന്നും ഇങ്ങനത്തെയുള്ള പ്ലീസ് ഓപ്പൺ ദ ഡോർ അത് റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റും ഓർഡറും ഉണ്ട്. റിക്വസ്റ്റിന് എന്ത് വരും, വില്ലിൻറ്റ്. കണ്ടോ, വില്ലിൻറ്റ് യു, വോണ്ട് യു. അതാണ് വോണ്ട് യു. വില്ലിൻറ്റ് അല്ല ഉപയോഗിക്കുക, വോണ്ട് യു. അതോടൊപ്പം തന്നെ അത് ഈ ഓർഡർ ആണെങ്കിൽ വിൽ യു എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ നോക്കുക, പ്ലീസ് ഓപ്പൺ ദ ഡോർ. അപ്പോൾ എന്നിട്ട് എന്താ പറയുക, വോണ്ട് യു. അത് തുറക്കാൻ അത് കഴിയില്ലേ എന്ന് പറയാണ്. അടുത്തത് ഓർഡറാണ്. കീപ് ക്വയറ്റ്, മുണ്ടാതെ അവിടെ എഴുതി. വിൽ യു. കണ്ടോ, അവിടെ പ്ലീസ് റിക്വസ്റ്റിനോടൊപ്പം വോണ്ട് യു എന്നും അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം വരുന്നത് എന്താണ്, ഈ ഓർഡർ ആണെങ്കിൽ അതിനോടൊപ്പം വിൽ യു എന്നും ചേർക്കുന്നു. ഇത് രണ്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും റെയറായിട്ടുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. നിങ്ങളത് ഈ മനസ്സിലാക്കണമെന്ന ഒരു റിക്വസ്റ്റാണ് എനിക്കുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലെറ്റ്, പ്ലീസ് ഓപ്പൺ ദ ഡോർ, അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡ് അപ്പ്, ഇറ്റ്സ് ആൻ ഓർഡർ. സ്റ്റാൻഡ് അപ്പ് ഇറ്റ്സ് ആൻ ഓർഡർ. അപ്പോൾ ഓർഡർ ആകുമ്പോൾ അവിടെ എന്താ വരിക, വിൽ യു. പറയില്ലേ, വിൽ യു. അവിടെ സ്റ്റാൻഡപ്പ് വരുമ്പോൾ ഞാൻ പറഞ്ഞു റിക്വസ്റ്റ് ആണ് എങ്കിൽ വോണ്ട് യു എന്നും, അത് ഓർഡർ ആണെങ്കിൽ വിൽ യു എന്നും ചേർക്കുന്നു. അതാണ് ഡോണ്ട് ഡു ദാറ്റ്. അവിടെ വന്നു ഡോണ്ട് ഡു ദാറ്റ്, അത് ചെയ്യില്ലട്ടാ എന്ന് പറയാം. അപ്പോൾ അവിടെ എന്താ വരിക, വിൽ യു. അത് ഓർഡറാണ് വന്നത്. അപ്പോൾ ഓർഡർ ആണെങ്കിൽ വിൽ യു എന്നും, അത് റിക്വസ്റ്റ് ആണെങ്കിൽ വോണ്ട് യു എന്നും ഉപയോഗിക്കുന്നു. ഷീ ഈസ് മേക്കിംഗ് എ ബാസ്ക്കറ്റ്. അവിടെ അടുത്തതാണ് ഷീ ഈസ് മേക്കിംഗ് എ ബാസ്ക്കറ്റ്. അവിടെ ഓക്സിലറി വെർബ് ഉണ്ടേ, ഓക്സിലറി വെർബ് ഉണ്ട്, ഈസ് ഉണ്ട്. അപ്പം എന്താ വരിക, ഈസിൻ്റെ ഷീ. ഈസ് ഓക്സിലറി വെർബ് ചെയ്തു, ഇൻ്റെ എഴുതി, ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് എഴുതി, ഈസ് ഇൻ ഷീ. റയാൻ ഹാസ് ഗോൺ ടു ചർച്ച്. അവിടെ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഹാസ് ആണ് അവിടുത്തെ ഓക്സിലറി വെർബ്. റയാൻ ഹാസ് ഗോൺ ടു ചർച്ച്. അപ്പോൾ ഹാസ് അവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. നമ്മൾ ഹാസ് എഴുതി എന്നിട്ട് എന്ത് ചെയ്യും, അത് സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കി, പോസിറ്റീവാണ്. ഏതൊക്കെയാണ് നെഗറ്റീവിന് വരുന്ന വാക്കുകൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നെഗറ്റീവിന് വരുന്ന വാക്കുകൾ ഏതെങ്കിലും ആ സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവാണ്. നോ, നെവർ, നോട്ട്, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം, ബെയർലി വരും. അതോടൊപ്പം തന്നെ ഫ്യൂ, ലിറ്റിൽ, ഈ വാക്കുകൾ ആ സെൻറ്റൻസിൽ ഉണ്ടോ നോക്കിയാൽ മതി. ആ സെൻറ്റൻസിൽ അത് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവാണ്. ഇത് നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവാണ്. അപ്പോൾ ഹാസിൻ്റെ എന്ന് എഴുതി. ഇനി റയാനാണ്. റയാൻ ആകുമ്പോൾ അവിടെ ഷീ എന്ന് വരും, ആസ് ഇൻ ഷീ. കണ്ടോ, ആസ് ഇൻ ഷീ. യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ് ഇൻ ഇംഗ്ലീഷ്.
അവിടെ പ്രശ്നമുണ്ട്. അവിടെ യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ എന്താ? വില്ലാണ് അവിടെ വന്നിട്ടുള്ളത്. വില്ലിനോടൊപ്പം നോട്ട് ചേർക്കുമ്പോൾ അതെന്തായി മാറുന്നു? വോണ്ടായി മാറുന്നു. വോണ്ട്. സബ്ജക്റ്റ് കിട്ടി യു. വോണ്ട് യു. രാധ കോട്ടെ ദേ പ്ലേ ഫുട്ബോൾ. അവിടെ ശ്രദ്ധിക്കണം. ദേ പ്ലേ ഫുട്ബോൾ. ആ പ്ലേ ആണ്, പ്ലേഡ് അല്ല, പ്ലേസും അല്ല. പ്ലേഡ് ആണെങ്കിൽ ഡിഡാണ് ഉപയോഗിക്കുക. പ്ലേസ് ആണെങ്കിൽ എന്താ ഉപയോഗിക്കുക? ഡസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ പ്ലേ ആണ് വന്നത്. അപ്പോൾ പ്ലേ ആയതുകൊണ്ട് തന്നെ എന്തുപയോഗിക്കും? ഡു എന്നുപയോഗിക്കും. അപ്പോൾ ഓക്സിലറി വെർബ് ഇല്ലാത്ത പ്രസൻറ്റ് ഫോമുള്ള സെൻറ്റൻസിൽ അവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഡു ആയിരിക്കും. വെർബ് പ്രസൻ്റ് ആണെങ്കിൽ അതിന് എസ് ഉണ്ടെങ്കിൽ ഡസ് എന്ന് വരും. ഇനി അതിൻ്റെ പാസ്റ്റ് ഫോം ആണെങ്കിൽ അതിന് ഡിഡ് എന്ന് വരും. ഇത് പ്രസൻറ്റ് ഫോമാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഡു എന്ന് വരാം. അപ്പോൾ ഡു എന്ന് കഴിഞ്ഞതിന് ശേഷം നെഗറ്റീവ് ചേർത്തു ഡോണ്ട്. പിന്നെന്താ സബ്ജക്റ്റ് അവിടെ തന്നിട്ടുണ്ട്? ദേ. കണ്ടോ? ഡോണ്ട് ദേ. അടുത്തത് രാധ കോട്ടെ പാരറ്റ്. അവിടെയും എന്തില്ല? ഓക്സിലറി വെർബില്ല. ഓക്സിലറി വെർബില്ലാത്ത സെൻറ്റൻസിൽ 3 ഓക്സിലറി വെർബാണ് വരിക. ഡു, ഡസ്, ഡിഡ്. അപ്പോൾ കോട്ടാണ്, CAUGHT, കോട്ട്. അത് പിടിച്ചു എന്നല്ലേ? ക്യാച്ചിൻ്റെ പാസ്റ്റ് ഫോമാണത്. എന്നാൽ ക്യാച്ചസ്, എസ് വന്നാൽ ഡസ് ആവും. ക്യാച്ചാണ് വരുന്നെങ്കിൽ ഡു ആവും. കോട്ടാണ്, ഇത് കോട്ടാണ്. കോട്ട് വന്നാൽ അത് ഡിഡ് ആവും. അപ്പം ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കിട്ടി, ഡിഡ്. എന്നിട്ട് അത് സെൻറ്റൻസ് നെഗറ്റീവായി, ഡിഡിൻറ്റ്. എന്നതിന് ശേഷം രാധയാണ്, അതുകൊണ്ട് തന്നെ അതിലെ പ്രോനൗൺ എന്ന് പറയുന്നത് ഷീ ആണ്, ഡിഡിൻ ഷീ. അടുത്തത് ഐ എം എ ഡോക്ടർ. അതും വ്യത്യസ്തമാണ്. ഐ എം എ ഡോക്ടർ. ആം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓക്സിലറി വെർബായി ഉപയോഗിക്കേണ്ട ആറാണ്. ആർ. അപ്പോൾ ആറിൻറ്റ് ഐ. അതും ഒരു എക്സെപ്ഷണൽ കേസാണ്, ആറിൻറ്റ് ഐ. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഐ ഹാർഡ്ലി വിസിറ്റഡ് മൈ അങ്കിൾ. എന്താർത്ഥം? ഐ ഹാർഡ്ലി വിസിറ്റഡ് മൈ അങ്കിൾ. ഞാൻ എൻ്റെ അമ്മാവനെ സന്ദർശിക്കാറില്ല. ഹാർഡ്ലി, അത് നോട്ടാണ്. അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവാണത്. അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവ് ആകുമ്പോൾ അവിടെ ഓക്സിലറി വെർബിനോടൊപ്പം ചേർക്കുന്ന നോട്ട് എന്ന് വരാൻ പാടില്ല. ഐ ഹാർഡ്ലി വിസിറ്റഡ്, അവിടെ ഓക്സിലറി വെർബ് ഇല്ല, അതുകൊണ്ട് വിസിറ്റഡിനെ വിഭജിച്ചു. അപ്പോൾ കിട്ടുന്നത് ഡിഡ് എന്നാണ്. വിസിറ്റ്സ് ആണെങ്കിൽ ഡസ് കിട്ടും, വിസിറ്റ് ആണെങ്കിൽ ഡു കിട്ടും, വിസിറ്റഡ് ആകുമ്പോൾ ഡിഡ് കിട്ടും. അപ്പോൾ ഡിഡിൻ്റെ ഇത് ചേർക്കാൻ പാടില്ല. ഇത് കാരണം സെൻറ്റൻസ് നെഗറ്റീവാണ്. ഡിഡായി. അപ്പോൾ നോക്കൂ, ഐ ഹാവ് ലിറ്റിൽ മണി ഇൻ മൈ പോക്കറ്റ്. കേട്ടോ, ഐ ഹാവ് ലിറ്റിൽ മണി ഇൻ മൈ പോക്കറ്റ്. അവിടെ നോക്കൂ, അവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പോൾ ഹാവ് ഐ. അവിടെ ലിറ്റിൽ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ സെൻറ്റൻസ് നെഗറ്റീവ് ആകണോ പോസിറ്റീവ് ആണോ എന്നറിയാനുള്ള വാക്കുകൾ നിങ്ങൾ പരിചയപ്പെടണം. ഒപ്പം സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് തന്നിട്ടില്ല എങ്കിൽ അപ്പം നമ്മൾ കണ്ടെത്താനുള്ള മാർഗം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഡു, ഡസ്, ഡിഡ്. ഈ 3 ഓക്സിലറി വെർബ്. ഡസ് എപ്പോഴും വെർബിനോടൊപ്പം എസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡസ് ഉപയോഗിക്കുള്ളൂ. പ്രസൻറ്റ് ഫോം ആണെങ്കിൽ ഡു ഉപയോഗിക്കും, പാസ്റ്റ് ഫോം ആണെങ്കിൽ ഡിഡ് ഉപയോഗിക്കും. ഈ 3 മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഓക്സിലറി വെർബ് പ്ലസ് ഇൻഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിട്ടാൽ അത് ക്വസ്റ്റ്യൻ ടാഗ് ആണ് എന്ന് മനസ്സിലാക്കുക. ഒപ്പം ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. തന്നിരിക്കുന്ന സെൻറ്റൻസ് എപ്പോഴും പരിപൂർണമായ അർത്ഥമുള്ളതായിരിക്കും. കംപ്ലീറ്റ് മീനിങ് സെൻറ്റൻസ് അതായിരിക്കും. അത് കഴിഞ്ഞ് കോമിട്ട് പിന്നെ ഒരു ഡാഷ് എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അത് ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിട്ടുള്ളത് എന്ന്. അത് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ക്വസ്റ്റ്യൻ ടാഗ്. അടുത്ത് നോക്കണം, ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ്. ഇത് വളരെ രസകരമായ ഒന്നാണ്, ക്വസ്റ്റ്യൻ മേക്കിംഗ്. എന്താ ഈ ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ? ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ചോദ്യം ഉണ്ടാക്കുന്ന രീതിയാണ്. ചോദ്യം ഉണ്ടാക്കുന്ന രീതിക്ക്
അതിന് ഒരു പ്രത്യേക ഇക്വേഷൻ ഉണ്ട്. ഞാൻ അവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് റിമൈനിങ് സെൻറ്റൻസ് പ്ലസ് RS എന്ന് പറഞ്ഞാൽ റിമൈനിങ് സെൻറ്റൻസ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതൊന്നും പറയുമ്പോൾ ഒരു പ്രയാസമില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി ടു ഗിവ് ആൻസേഴ്സ്, ബട്ട് ടു മേക്ക് ക്വസ്റ്റ്യൻസ് ഇറ്റ് ഈസ് സംതിങ് ഡിഫിക്കൽട്ട്. അതാണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി ടു മേക്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ഉണ്ടാക്കുക, ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി ടു ഗിവ് ആൻസേഴ്സ്. ഉത്തരങ്ങൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ ചോദ്യങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമാണ്. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മേക്ക് 5 ക്വസ്റ്റ്യൻസ് ഫ്രം ദ പാരഗ്രാഫ്, 5 ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറയും. 5 ചോദ്യങ്ങളെ 5ഓ 6ഓ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറയും. ആ 6 ചോദ്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മളിത് നിർബന്ധമായി പഠിച്ചേ പറ്റൂ. ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് കോൺവെർസേഷനൊക്കെ തന്നെ നമുക്കറിയാം. കോൺവെർസേഷൻ നിർബന്ധമായിട്ടും എന്ത് വേണം? ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ആ ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ട കോൺവെർസേഷനുകളിൽ അതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻ മേക്കിങ്ങിൽ ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെയാണ് ചോദ്യങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുക? ചോദ്യങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് MV എന്ന് പറഞ്ഞാൽ മെയിൻ വെർബാണ് പ്ലസ് റിമൈനിങ് സെൻറ്റൻസ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അത് ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ ഓഫ് മേക്കിംഗ് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ നിർമ്മിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് പ്രയാസകരമായിട്ടുള്ളത്. ഉത്തരങ്ങൾ പറയുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായ കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളോടൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നത്. 6 ചോദ്യങ്ങൾ ഉണ്ടാക്കും, 5 ചോദ്യങ്ങൾ ഉണ്ടാക്കും പരീക്ഷയ്ക്ക് വരും. 5 മാർക്കാണ് അതിന്. അപ്പോൾ ചോദ്യങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചോദ്യങ്ങൾ എങ്ങനെ നിർമ്മിക്കാൻ കഴിയുന്നു എന്നുള്ളത് പഠിക്കുന്നത് ഇതിലൂടെയാണ്. ക്വസ്റ്റ്യൻ മേക്ക് നോക്കുക. ക്വസ്റ്റ്യൻ മേക്കിംഗ്, ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് റിമൈനിങ് സെൻറ്റൻസ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഹി എയ്റ്റ് എ ബനാന യെസ്റ്റർഡേ. ഹി എയ്റ്റ് എ ബനാന യെസ്റ്റർഡേ. നോക്കണം കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഹി എയ്റ്റ് എ ബനാന യെസ്റ്റർഡേ. അവൻ തിന്നു ഒരു ബനാന ഇന്നലെ എന്നാണല്ലോ ചോദ്യം. ഞാൻ ബനാന എന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം ചോദിക്കണം. ബനാന എന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം. അപ്പോൾ ഞാനതിൽ പറയുന്നത് ബനാന. അപ്പം ബനാന എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം ചോദിക്കണം. അപ്പോൾ ആ ചോദ്യം ചോദിക്കണമെങ്കിൽ ബനാന എന്നാണ് ഉത്തരം കിട്ടേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത് ആ ചോദ്യം നമ്മൾ മലയാളത്തിലേക്ക് ആക്കുകയാണ്. ഹി എയ്റ്റ് എ ബനാന യെസ്റ്റർഡേ. അവൻ തിന്നു ഒരു പഴം ഇന്നലെ. പഴം എന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം. നിങ്ങൾക്ക് എളുപ്പമുണ്ട് കേട്ടോ. സെൻറ്റൻസ് തരും, പാരഗ്രാഫ് വന്നിട്ട് അതിലൊരു അതിൽ 5 ചോദ്യങ്ങൾ നിർമ്മിക്കാനാണ് പറയണത്. ഒരു പണിയില്ല. എല്ലാ സെൻറ്റൻസിനും ഏതെങ്കിലും ഒരു വാക്കിനെ സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും. പ്രധാനപ്പെട്ടത് ഇപ്പോൾ രാമു വെൻ ടു മുംബൈ യെസ്റ്റർഡേ. കണ്ടോ, മുംബൈ എന്നും യെസ്റ്റർഡേ എന്നുള്ളത് രണ്ടെണ്ണത്തിനും ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഹി എയ്റ്റ് എ ബനാന യെസ്റ്റർഡേ. ഹി എയ്റ്റ് എ ബനാന യെസ്റ്റർഡേ. ബനാന എന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം ചോദിക്കണം. എളുപ്പമുണ്ട്. ബനാന എന്നാണ് ഉത്തരം കിട്ടുക. നമ്മൾ മലയാളത്തിലാക്കുക. ഹി എയ്റ്റ് എ ബനാന യെസ്റ്റർഡേ. അവൻ തിന്നു ഒരു പഴം ഇന്നലെ. അപ്പോൾ പഴം എന്ന് ഉത്തരം കിട്ടുന്ന മലയാളത്തിലെ ചോദ്യം നമുക്കറിയാം. അവൻ എന്താണ് ഇന്നലെ തിന്നത്? ശരിയാണല്ലോ. അവൻ എന്താണ് ഇന്നലെ തിന്നത്? എന്ത് എന്നർത്ഥം വരുന്ന ചോദ്യവാക്ക്. ഇംഗ്ലീഷിലെ ചോദ്യവാക്ക് വാട്ട് എന്നാണ് അല്ലേ? ഇംഗ്ലീഷിലെ ചോദ്യവാക്കുകൾ നിങ്ങൾ അറിയണം. വാട്ട്. അപ്പോൾ ഇംഗ്ലീഷിലെ ചോദ്യവാക്ക് നമ്മൾ അറിയാണ്. ചോദ്യവാക്ക് അത് ഞാനിവിടെ എഴുതി വാട്ട്. ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ്. ക്വസ്റ്റ്യൻ വേർഡ് കിട്ടി. ചോദ്യവാക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് ഞാൻ ഈ പറയണ്ട. വാട്ട്, വിച്ച്, വെന്ന്, വൈ, ഹൂ, ഹും, ഹൗ, ഹൗ ഓഫൺ, ഹൗ ഫാർ, ഇതൊക്കെ ഇംഗ്ലീഷിലെ ചോദ്യവാക്കുകളാണ്. ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഹൗ മെനി കണ്ടോ, അതൊക്കെ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഈ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ആദ്യം കിട്ടേണ്ടത്. അപ്പോൾ അതൊന്ന് മലയാളത്തിലാക്കിയാൽ മതി. ആ സെൻറ്റൻസ് മലയാളത്തിൽ ഹി എയ്റ്റ് എ മാംഗോ ബനാന യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഒരു പഴം തിന്നു. പഴം ഉത്തരം കിട്ടണം. അവൻ എന്താണ് ഇന്നലെ തിന്നത്? എന്ത് എന്ന് ചോദിക്കുന്ന ചോദ്യവാക്ക് അത് വാട്ടെന്നാണ്. അത് കണ്ടെത്താൻ ആർക്കും പ്രയാസം ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല.
രണ്ടാമത്തെ കണ്ടെത്തേണ്ട ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബാണ്. അവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കണം. ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, ക്യാന്, മേ, മൈറ്റ്, വുഡ്, ഷുഡ് അതൊക്കെ ഉണ്ടോ നോക്കണം. അതില്ല എങ്കിൽ സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ കണ്ടെത്തേണ്ട രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 3 പിന്നെ വരൂ. ഡു, ഡസ്, ഡിഡ്. 8 ആണ് വന്നിട്ടുള്ളത്. 8 എന്ന് പറയുന്നത് തിന്നു, കഴിഞ്ഞു പോയതാണ്. ഈറ്റ്സ് ആണെങ്കിൽ സ് എന്ന് വന്നാൽ ഡസ് ആണ് വരിക. ഈറ്റ് ആണെങ്കിൽ അത് വെർബിൻ്റെ പ്രസൻറ്റ് ഫോമാണ്. ഈറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് എയ്റ്റ്. അത് വയറ്റിക്ക് എത്തിയേ, കഴിഞ്ഞു പോയതാണ്. അപ്പോൾ 8, അപ്പോൾ അവിടെ ഡിഡ് ആണ് ഓക്സിലറി വെർബ് വരിക. അപ്പോൾ ഈറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് ഈറ്റ് എന്ന് കിട്ടും. ഈറ്റ്സ് ആണെങ്കിൽ ഡസ് പ്ലസ് ഈറ്റ് എന്ന് കിട്ടും. ഈറ്റിനെ വിഭജിക്കുമ്പോൾ ഡു പ്ലസ് ഈറ്റ് എന്ന് കിട്ടും. ശ്രദ്ധിക്കണേ, അത് എങ്ങനെയാണ് മാറുന്നത് നോക്കണം. ഡു, ഡസ്, ഡിഡ്. സിങ്സ് അതിനെ വിഭജിക്കുമ്പോൾ ഡസ് പ്ലസ് സിങ് എന്ന് കിട്ടും. സിങ് ആണ് വിഭജിക്കുന്നത് വിചാരിക്കുക, ഡു പ്ലസ് സിങ് ആണ് കിട്ടുക. സാങ് ആണ് പാട്ട് പാടി, അതാണ് പാടി എന്നാണെങ്കിൽ ഡിഡ് പ്ലസ് സിങ് ആണ് വരാൻ പാടും. ഡിഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സിങ് പ്രസൻറ്റ് ഫോം എപ്പോഴും ഉപയോഗിക്കാൻ പാടും. എപ്പോഴും പ്രസൻറ്റ് ഫോമാണ് പിന്നീട് ഉപയോഗിക്കുക. ഈ ഓക്സിലറി വെർബുകൾ ആ ഒറ്റ വെർബിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വെർബിൻ്റെ പ്രസൻറ്റ് ഫോമേ ഉപയോഗിക്കാൻ പാടും. അടുത്തത് റൈറ്റ്സ് എ ലെറ്റർ. ഹി റൈറ്റ്സ് എ ലെറ്റർ എവറി ഡേ. റൈറ്റ്സ്. അപ്പോൾ റൈറ്റ്സ് എന്ന് പറയുന്ന വാക്ക് എസ് അവിടെ ഉണ്ട്. അപ്പോൾ ഡസ് പ്ലസ് റൈറ്റ് ആണ് കിട്ടുക. എന്നാൽ റോട്ടാണ്, എഴുതി എന്നാണെങ്കിൽ അത് ഡിഡ് പ്ലസ് റൈറ്റ് ആണ് കിട്ടുക. ഡിഡ് പ്ലസ് റോട്ട് പിന്നെ ഒരിക്കലും വരാൻ പാടില്ല. ഡിഡ് പ്ലസ് റോട്ട് വരാൻ പാടില്ല. ഡിഡ് പ്ലസ് റൈറ്റ് അതിനെയാണ് റോട്ട് എന്ന് പറയുക. അതോടൊപ്പം റൈറ്റ് ആണെങ്കിൽ ഡു പ്ലസ് റൈറ്റ് ആണ് വരിക. അപ്പോൾ ഈ ആക്സ്, ACTS, ആക്സ്. അപ്പോൾ ആക്സ് ആണെങ്കിൽ ഡസ് പ്ലസ് ആക്ട് ആണ് വരിക. ആക്ട് ആണെങ്കിൽ ഡു പ്ലസ് ആക്ട് ആണ് വരിക. ആക്റ്റഡ് എന്നാണെങ്കിൽ ഡിഡ് പ്ലസ് ആക്ട് ആണ് വരാൻ പാടും. ഡിഡ് എടുത്തു കഴിഞ്ഞാൽ വെർബിൻ്റെ പ്രസൻറ്റ് ഫോമേ ഉപയോഗിക്കാൻ പാടും. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വെർബ് നമ്മൾ 8നെ വിഭജിക്കുമ്പോൾ കിട്ടുന്നത് ഡിഡ് പ്ലസ് ഈറ്റ് എന്നാണ്. ശ്രദ്ധിക്കണേ, ഡിഡ് പ്ലസ് ഈറ്റ് ആണ്. അപ്പോൾ ഓക്സിലറി വെർബ് കിട്ടി. എന്താണ് നമ്മൾ ആദ്യം വാട്ട് എഴുതി, വാട്ട് ഡിഡ്. ഇനി അടുത്ത സബ്ജക്റ്റ് എഴുതണം. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് 2 കിട്ടി. എവിടുന്നാണ് കിട്ടിയതൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞു. സബ്ജക്റ്റ് എടുക്കുകയാണ്. സബ്ജക്റ്റ്, അവിടുത്തെ സബ്ജക്റ്റ് ഹി എന്നാണ്. അപ്പോൾ ഇവിടെ വലിയ അക്ഷരമാണെങ്കിൽ HE വലിയ അക്ഷരമാണ്. അവിടെ ആവുമ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ വരാൻ പാടും. വാട്ട് ഡിഡ് ഹി കിട്ടി. അപ്പോൾ 3 ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് കിട്ടി. ഇനി മെയിൻ വെർബ് കിട്ടണം. നമ്മൾ 8ൽ നിന്ന് എന്തേ എടുത്തിട്ടുള്ളൂ? ഓക്സിലറി വെർബ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടുത്തെ മെയിൻ വെർബ് അവിടെ കിടക്കുകയാണ്. എന്താണത്? ഈറ്റ്. കണ്ടോ, ഡിഡ് പ്ലസ് ഈറ്റ് ആണ് 8. ഡിഡ് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി അവിടെ ഈറ്റ് കിടക്കുകയാണ്. ആ മെയിൻ വെർബ് ഇവിടെ എഴുതുക. അപ്പോൾ വാട്ട് ഡിഡ് ഹി ഈറ്റ് കഴിഞ്ഞു. നോക്കണം കേട്ടോ. വാട്ട് ഡിഡ് ഹി ഈറ്റ്. ബനാന എന്നാണ് ഉത്തരം കിട്ടേണ്ടത്. ഇനി എന്താണ് അവിടെ റിമൈനിങ് സെൻറ്റൻസ് ഉള്ളത്? ബാക്കിയുള്ളതൊക്കെ നമ്മൾ കിട്ടി. ഹി എയ്റ്റ് എ ബനാന. എന്ന് ഉത്തരം കിട്ടണം. അപ്പോൾ ഈ അവിടെ റിമൈനിങ് സെൻറ്റൻസിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അതേതാ അവിടെ? യെസ്റ്റർഡേ. വാട്ട് ഡിഡ് ഹി ഈറ്റ് യെസ്റ്റർഡേ. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. വാട്ട് ഡിഡ് ഹി ഈറ്റ് യെസ്റ്റർഡേ. അതാണ് ചോദ്യം എന്ന് പറയുന്നത്. ചോദ്യം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഫോം ഉണ്ടാവണം. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് റിമൈനിങ് സെൻറ്റൻസ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അതുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ അതുണ്ടെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു പ്രശ്നമില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഓക്സിലറി വെർബ് ഇല്ലാതെ ഒരു ചോദ്യവും നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കുക. ഓക്സിലറി വെർബ് കമ്പൽസറി ആണ്. കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ 5 ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചാൽ പിന്നെ ഒരു ആളെയും പേടിക്കേണ്ട പരീക്ഷയ്ക്ക്. നോക്കുക അടുത്തത്. ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പോൾ ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പോൾ ഇവിടെ ഇൻ ദ ഗ്രൗണ്ട് ആയിക്കോട്ടെ. ഇൻ ദ ഗ്രൗണ്ട് ആണ് ഉത്തരം കിട്ടേണ്ടത് എന്ന് വിചാരിക്കുക. ഇൻ ദ ഗ്രൗണ്ട്. ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പോൾ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്രൗണ്ടിൽ എന്ന് ഉത്തരം കിട്ടണം. അപ്പം നമ്മൾ ചോദിക്കുന്ന മലയാള ചോദ്യം, അവൻ എവിടെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്? ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ
അപ്പോൾ എവിടെ എന്നർത്ഥം വരുന്ന ചോദ്യവാക്ക് നമുക്കെല്ലാവർക്കും അറിയാം. ചോദ്യവാക്ക് വേർ എന്നാണ്. വേർ. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കിട്ടി. ഇനി എന്ത് കിട്ടണം? ഓക്സിലറി വെർബ് കിട്ടണം. ആ സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കണം. ആമീസ് ആർ വാസ് വേർ ഹാസ് ഹാവ് ഹാഡ് വില്ല് ഷാല അങ്ങനെയാണ്. അതിൽ ഉണ്ടല്ലോ, അവിടെ വാസ് ഉണ്ട്. വാസ് ഉണ്ട്. അപ്പോൾ ഓക്സിലറി വെർബ് വാസ് കൊടുത്തു. വാസ്. ഇനി എന്താണ് സബ്ജക്റ്റ്? സബ്ജക്റ്റ് അവിടെ എന്താണ്? ഹീ എന്നാണ്. കണ്ടോ? വേർ വാസ് ഹീ. അടുത്തത് വെർബാണ്, മെയിൻ വെർബാണ്. അവിടെ മെയിൻ വെർബ് ഉണ്ട്, പ്ലേയിങ്. കണ്ടോ? പ്ലേയിങ്. വേർ വാസ് ഹി പ്ലേയിങ്. റിമൈനിങ് സെൻറ്റൻസ് കണ്ടോ? അവിടെ ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് റിമൈനിങ് സെൻറ്റൻസ് ആണ്. വേർ വാസ് ഹി പ്ലേയിങ് ക്രിക്കറ്റ്? ക്വസ്റ്റ്യൻ മാർക്ക്. ചോദ്യം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മൂന്നാമത്തെ ഷി വെന്റ് ടു മുംബൈ യെസ്റ്റർഡേ. അപ്പോൾ മുംബൈ ടു മുംബൈ എന്നാണ് ഉത്തരം കിട്ടുന്നത് വിചാരിക്കുക. അവൻ പോയി മുംബൈയിലേക്ക് ഇന്നലെ. അപ്പോൾ അവൻ എവിടേക്കാണ് ഇന്നലെ പോയത്? എവിടേക്ക് എന്നറിയുന്ന ചോദ്യവാക്ക് വേറാണ്. അപ്പോൾ വേർ എഴുതി. ചോദ്യവാക്ക് കിട്ടി. ഇനി എന്ത് കിട്ടണം? വെൻ്റാണ്. ഗോയുടെ പാസ്റ്റ് ടെൻസാ. ഗോ, ഗോസ്, വെന്റ്. കണ്ടോ? ഗോസ് എന്നാണെങ്കിൽ ഡസ് വരും. ഗോ ആണെങ്കിൽ ഡു പ്ലസ് ഗോ വരും. വെന്റ് ആണെങ്കിൽ ഡിഡ് പ്ലസ് ഗോ വരും. ഗോ ഡിഡ് പ്ലസ് വെന്റിൽ നിന്ന് ഡിഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ഫോമിൽ ഉപയോഗിക്കാൻ പാടും. ഡിഡ് പ്ലസ് ഗോ ആണ് വെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേർ എന്നുള്ള ഉത്തരം കിട്ടി. ടു മുംബൈ എന്നുള്ളതിന് ടു മുംബൈ എന്നാണ് ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വേർഡ് കിട്ടി. വേർ. എവിടേക്കാണ് അവൻ പോയത്? എവിടേക്ക് എന്നർത്ഥം വരുന്ന ചോദ്യവാക്ക് വേറാണ്. അടുത്ത് നോക്കണം. അടുത്തത് ഈ വെൻ്റാണ് അവിടെ വിഭജിക്കേണ്ടത്. അവിടെ വെൻറ്റിനെ വിഭജിക്കുമ്പോൾ ഡിഡ് പ്ലസ് ഗോ എന്നാണ് കിട്ടുക. അപ്പോൾ അവിടുത്തെ ഓക്സിലറി വെർബ് ഡിഡ് ആണ്. ഡിഡ്. അടുത്ത് നോക്കണം. വേർ ഡിഡ്. അടുത്ത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഷീ ആണ്. വേർ ഡിഡ് ഷീ. അടുത്ത മെയിൻ വെർബ് കിട്ടണം. മെയിൻ വെർബ് അവിടെ എന്താണ്? വെന്റിൽ നിന്ന് ഡിഡ് എടുത്തിട്ടുണ്ട്. ബാക്കി അവിടെ കിടക്കുകയാണല്ലോ, ഗോ എന്നിട്ട്. വേർ ഡിഡ് ഷീ ഗോ കഴിഞ്ഞു. ഇനി എന്ത് വേണം? റിമൈനിങ് സെൻറ്റൻസ്. ആ സെൻറ്റൻസിൽ ബാക്കിയുള്ള ഭാഗം, വരയിട്ട ഭാഗം ടു മുംബൈ എന്നാണ്. ഷീ വെന്റിനെ നമ്മൾ വിഭജിച്ച് നമുക്ക് അവിടെ കിട്ടി. വേർ ഡിഡ് ഷീ ഗോ എന്നുള്ളത് കിട്ടി. ഇനി അത് കിട്ടണം യെസ്റ്റർഡേ എന്ന് പറയുന്ന റിമൈനിങ് സെൻറ്റൻസ് കൂടി എഴുതണം. യെസ്റ്റർഡേ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. വേർ ഡിഡ് ഷീ ഗോ യെസ്റ്റർഡേ. അപ്പോൾ യെസ്റ്റർഡേ എന്നാണ് ഇവിടെ ടു മുംബൈ എന്നാണ് ഉത്തരം. ടു മുംബൈ ആണ് ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ വേർ ഡിഡ് ഷീ ഗോ യെസ്റ്റർഡേ? ഷീ വെന്റ് ടു മുംബൈ യെസ്റ്റർഡേ. വളരെ എളുപ്പം കിട്ടും. അടുത്ത് നോക്കുക. ഇനി യെസ്റ്റർഡേ എന്നാണ് ഉത്തരം കിട്ടേണ്ടത് വിചാരിക്കുക. യെസ്റ്റർഡേ എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ ഇന്നലെ പോയി എന്നാണ്. അവൻ മുംബൈയിലേക്ക് പോയി ഇന്നലെ. അപ്പോൾ എപ്പോഴാണ് പോയത്? വെൻ. അപ്പോൾ വെൻ ഡിഡ് ഷീ ഗോ ടു മുംബൈ? വെൻ ഡിഡ് ഷീ ഗോ ടു മുംബൈ എന്നായി. അപ്പോൾ അവിടെ കണ്ടെത്താൻ വളരെ എളുപ്പമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് റിമൈനിങ് സെൻറ്റൻസ്, ഇതുണ്ടെങ്കിൽ മാത്രമേ ചോദ്യങ്ങളാകുന്നുള്ളൂ എന്ന ഒരു ധാരണ നമുക്ക് വേണം. അടുത്ത് റാണി ടോട്ട് ഗ്രാമർ ടു ദ സ്റ്റുഡൻസ്. റാണി ടോട്ട് ഗ്രാമർ ടു ദ സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ നോക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ മാത്രമാണ് നമുക്ക് പ്രോനൗൺ ഉപയോഗിക്കേണ്ടത്. മറ്റൊരുത്ത് എന്താണോ പേര് തന്നു വെച്ചാൽ അത് തന്നെ ഉപയോഗിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഷീ ടോട്ട് ഗ്രാമർ ടു ദ സ്റ്റുഡൻസ്. അപ്പോൾ ഈ ടു ദ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അതാണ് ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഹും ഡിഡ് ഷീ, അതാണ് ഹും, ആർക്ക് എന്നാണ് ഉത്തരം കിട്ടേണ്ടത്. അത് ഹും എന്നുള്ള ചോദ്യവാക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി ഹും എന്നെഴുതി. ചോദ്യവാക്ക് കിട്ടി. ഇനി ഓക്സിലറി വെർബ് കണ്ടെത്തണം. ഓക്സിലറി വെർബ് അവിടെ തന്നിട്ടില്ല. അപ്പോൾ വെർബിനെ വിഭജിക്കണം. ടോട്ട് എന്ന് പറഞ്ഞാൽ ടീച്ചിൻ്റെ പാസ്റ്റ് ഫോമാണ്. ടീച്ചിൻ്റെ പാസ്റ്റ് ഫോമാന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇടാ വരിക, നോക്കണ്ട. ടീച്ചിൻ്റെ പാസ്റ്റ് ഫോമാണ്. ടീച്ചസ്, ടീച്ച്, ടോട്ട്. അപ്പോൾ ടോട്ട് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്. ഓക്സിലറി വെർബ് കിട്ടി, ഡിഡ് ആണ്. ഹും ഡിഡ്. അടുത്തത് ഹും ഡിഡ് റാണി. സബ്ജക്റ്റ് റാണിയാണ്. ഹും ഡിഡ് റാണി എന്താണ്?
മെയിൻ വെർബ് കിട്ടണം. മെയിൻ വെർബ് ടോട്ടിൽ നിന്നും ഡിഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടെ മെയിൻ വെർബ് അവിടെ കിടക്കുകയാണ്. ആ മെയിൻ വെർബ് നോക്കണം. ടീച്ച്. ഹും ഡിഡ് റാണി ടീച്ച്. എന്നിട്ട് എന്താണ് റിമൈനിങ് സെൻറ്റൻസ്. അവിടെ റിമൈനിങ് സെൻറ്റൻസ് ഗ്രാമറാണ്. ഗ്രാമർ. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ഹും ഡിഡ് റാണി ടീച്ച് ഗ്രാമർ. റാണി ടോട്ട് ഗ്രാമർ ടു ദ സ്റ്റുഡൻസ്. ഉത്തരം കിട്ടുന്നത് നോക്കണം. അപ്പോൾ ഇനി കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഞാൻ ആ എക്സാമ്പിളുകളിലൂടെ ഒക്കെ തന്നെ പോവുകയാണ്. ഈ 1, 2, 3 എക്സാമ്പിളുകൾ ചെയ്യുമ്പോഴേക്ക് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഹി വിസിറ്റഡ് ഹിസ് അങ്കിൾസ് വൺസ് ഇൻ എ വീക്ക്. അതിന് ഉത്തരം കിട്ടുന്നത് വൺസ് ആണ്. നോക്കണം, ഉത്തരം കിട്ടണം നോക്കണം. ഹി വിസിറ്റഡ് ഹിസ് അങ്കിൾ വൺസ് ഇൻ എ വീക്ക്. ഒരിക്കൽ, ആഴ്ചയിൽ ഒരിക്കൽ അവൻ സന്ദർശിച്ചു അവൻ്റെ അമ്മാവനെ. അതാണ് ഉത്തരം, അതാണ് ചോദ്യം. അപ്പോൾ ഒരിക്കൽ എന്നുള്ള ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം വേണം. അതിൽ നിങ്ങൾ എന്താ ചേർക്കുക? വെൻ, എപ്പോൾ. അത് പറ്റൂല. വെൻ എന്നുള്ളത് പറ്റൂല. വിച്ച്, വേർ, ഹൗ മെനി, അതൊക്കെ നോക്കണം നമ്മൾ. അതൊന്നും ഉപയോഗിക്കാൻ അവിടെ പറ്റില്ല. അവിടെ വൺസ് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്ക് അവിടെ എപ്പോഴും ശ്രദ്ധിക്കണം. വൺസ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഓഫൺ, ക്വൈറ്റ് ഓഫൺ. അതാണ് ഹൗ ഓഫൺ എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ വേർഡായി ഹൗ ഓഫൺ. അപ്പോൾ മറക്കരുത്, വൺസ് എന്ന് പറയുന്നത്, ടോയ്സ് എന്ന് പറയുന്നത്, ത്രൈസ് എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ ഉത്തരങ്ങൾ വന്നാൽ നിർബന്ധമായും എന്താണ് അവിടെ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് ഹൗ ഓഫൺ ആണ്. അപ്പോൾ ഹൗ ഓഫൺ, ഞാൻ അത് എഴുതി ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ഓഫൺ. ഇനി സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് അവിടെ എഴുതി. ഇനി നമുക്ക് സബ്ജക്റ്റ് അവിടെ ഹീ ഉണ്ട്. ഓക്സിലറി വെർബ് കണ്ടിരണം. ഓക്സിലറി വെർബ് അവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വിസിറ്റഡ്. വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ഫോം ആണ്. അപ്പോൾ ഓക്സിലറി വെർബ് ഡിഡ് ആണ്. ഹൗ ഓഫൺ ഡിഡ്. സബ്ജക്റ്റ് ഹീ ആണ്. നോക്കൂ, മെയിൻ വെർബ് കിട്ടി വിസിറ്റ്. കണ്ടോ, വിസിറ്റ്. വിസിറ്റഡിൽ നിന്നും ഡിഡ് എടുത്തിട്ടുണ്ട്. വിസിറ്റ്. ഹൗ ഓഫൺ ഡിഡ് ഹി വിസിറ്റ്. ഇനി എന്താ എഴുതുക? ഇനി അവിടെ നോക്കണം. അവിടെ ഹൗ ഓഫൺ ഹി വിസിറ്റഡ് ഹിസ് എന്നുള്ള വരെ നമ്മൾ എത്തി. ഇനി എന്താ അവിടുത്തെ റിമൈനിങ് സെൻറ്റൻസിന് അങ്കിൾ എന്നുണ്ട്, ഇന്നെ വീക്ക് എന്നുണ്ട്. അപ്പോൾ അങ്കിൾ, ഹി, ഹൗ ഓഫൺ ഡിഡ് ഹി വിസിറ്റ് അങ്കിൾ, അങ്കിൾ ഇൻ എ വീക്ക്. കണ്ടോ, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ റിമൈനിങ് സെൻറ്റൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കേട്ടോ. അപ്പോൾ റിമൈനിങ് സെൻറ്റൻസ്, ഇവിടെ റിമൈനിങ് സെൻറ്റൻസ് അങ്കിൾ ഇൻ എ വീക്കാണ്. അപ്പോൾ നമുക്ക് കിട്ടും ഹൗ ഓഫൺ ഡിഡ് ഹി വിസിറ്റ് അങ്കിൾ ഇൻ എ വീക്ക്. ഹി വിസിറ്റഡ് അങ്കിൾ വൺസ് ഇൻ എ വീക്ക്. ഉത്തരം കിട്ടി, വൺസ് ഇൻ എ വീക്ക്. അപ്പോൾ ഹൗ ഓഫൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. രാജു മീറ്റ്സ് ഹിസ് ഫ്രണ്ട് ഫ്രം ദ ലൈബ്രറി. അപ്പോൾ ഫ്രം ദ ലൈബ്രറി എന്നുള്ള ഉത്തരം കിട്ടണം എന്ന് വിചാരിക്കുക. രാജു മീറ്റ്സ് ഹിസ് ഫ്രണ്ട് ഫ്രം ദ ലൈബ്രറി. അവൻ അവൻ്റെ സുഹൃത്തിനെ കണ്ടു. രാജു സുഹൃത്തിനെ കണ്ടു ലൈബ്രറിയിൽ വെച്ചുകൊണ്ട്. അപ്പോൾ ഫ്രം ദ ലൈബ്രറി എവിടെ വെച്ചുകൊണ്ടാന്നല്ലേ എപ്പോൾ ചോദ്യം വരിക? എവിടെ എന്നർത്ഥം വരുന്ന ചോദ്യവാക്ക് വേർ. കണ്ടോ, മീറ്റ്സ് ആണ്. മീറ്റ്സ് ആണ് ഓക്സിലറി വെർബ്. മീറ്റ്സ് എന്നാണ് അവിടുത്തെ ഈ വെർബ് തന്നിട്ടുള്ളത്. എസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡസ് ആണ്. വേർ ഡസ്. രാജു, വേർ ഡസ് രാജു. കണ്ടോ, സബ്ജക്റ്റ് എഴുതി. മീറ്റ്, മെയിൻ വെർബ് മീറ്റ് അവിടെ കിടക്കുന്നുണ്ട്. മീറ്റ്സിൽ നിന്ന് എസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഡസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേർ ഡസ് രാജു മീറ്റ്. പിന്നെ നോക്കണം റിമൈനിങ് സെൻറ്റൻസ് ഹിസ് ഫ്രണ്ട്. അത് ക്വസ്റ്റ്യൻ മാർക്കാണ്, അത് എഴുതി. അപ്പോൾ വേർ ഡസ് രാജു മീറ്റ് ഹിസ് ഫ്രണ്ട്. രാജു മീറ്റ്സ് ഹിസ് ഫ്രണ്ട് ഫ്രം ദ ലൈബ്രറി. അടുത്തത് they read English in the class. They read English in the class. ഇംഗ്ലീഷ് എന്നുള്ള ചോദ്യവാക്ക്, ഇംഗ്ലീഷ് എന്നുള്ള ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം ഉണ്ടാക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ they read English in the class. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്താണ് വായിച്ചത്, ക്ലാസ്സിൽ എന്താണ് വായിച്ചത്, എന്ത് എന്നർത്ഥം വരുന്ന ചോദ്യവാക്ക് വാട്ട്. റീഡാണ്, റീഡ്. അപ്പോൾ റീഡ് ആവുമ്പോൾ പ്രസൻറ്റ് ഫോമാണ്. എന്നാൽ റെഡാട്ടോ പാസ്റ്റ് ഫോം. READ തന്നെയാണ്, റെഡാണ് ഫാസ്റ്റ് ഫോം, റെഡാണ്. അപ്പോൾ റീഡാണ് വരുന്നത്, അത് പ്രസൻറ്റ് ഫോമാണ്. പ്രസൻറ്റ് ഫോം ആണെങ്കിൽ ഡു വരും. റീഡ്സ് ആണെങ്കിൽ ഡസ് വരും. പ്രസൻറ്റ് ഫോം ആയതുകൊണ്ട് ഡു വരും. അപ്പോൾ വാട്ട് ഡു. സബ്ജക്റ്റ് കിട്ടി ദേ. ഇനി അടുത്തെന്താ? മെയിൻ വെർബാണ് റീഡ്.
ഇൻ ദ ക്ലാസ്. ഇൻ ദ ക്ലാസ് ചോദ്യവാക്ക് കിട്ടി. എന്താണ്? വാട്ട് ഡു ദേ റീഡ് ഇൻ ദ ക്ലാസ്? ദേ റീഡ് ഇംഗ്ലീഷ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നു. ഞാൻ അത് നിങ്ങൾ ഇനി പരിശീലിക്കണം, നിർബന്ധമായും പരിശീലിക്കുക. ഈ ചോദ്യങ്ങൾ വെച്ച് തന്നെ പരിശീലിക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രാമർ പോയിൻ്റാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന അതോടൊപ്പം ഈ ഡയലോഗ് കംപ്ലീഷനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ് ഹാഡ് ബെറ്റർ എന്ന്. ഹാഡ് ബെറ്റർ പഠിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഒരു പ്രയാസങ്ങൾ. ഹാഡ് ബെറ്ററിനു ശേഷം നോക്കുക, യു ഹാഡ് ബെറ്റർ കണ്ടോ, ഹാഡ് ബെറ്ററിനു ശേഷം വരുന്ന വെർബ് എപ്പോഴും പ്രസൻറ്റ് ഫോമായാണ്. പ്രസൻറ്റ് ഫോം എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടു. സിങ്, ഈറ്റ്, ഡ്രിങ്ക്, ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ പ്രസൻറ്റ് ഫോമാണ്. അങ്ങനെ പ്ലേ പ്രസൻറ്റ് ഫോമാണ്, ലുക്ക് പ്രസൻറ്റ് ഫോമാണ്, ടേക്ക് എടുക്കുക, അങ്ങനെ എല്ലാ ക്യാച്ച് പിടിക്കുക, അങ്ങനെ എല്ലാ സെൻറ്റൻസുകളുടെ പ്രസൻറ്റ് ഫോം ഉപയോഗിക്കുക, വെർബിൻ്റെ പ്രസൻറ്റ് ഫോം. അപ്പോൾ യു ഹാഡ് ബെറ്റർ, യു ഹാഡ് ബെറ്റർ, അവിടെ നിന്ന് നമ്മളൊരു പ്രസൻറ്റ് ഫോം എഴുതാം. പ്രസൻറ്റ് ഈറ്റ് സ്ലോലി കണ്ടോ, യു ഹാഡ് ബെറ്റർ ഈറ്റ് സ്ലോലി. അവിടെ ഹാഡ് ബെറ്റർ ഉപയോഗിച്ചതിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും പ്രസൻറ്റ് ഫോമിലായിരിക്കണം. ഹാഡ് ബെറ്റർ, ഹാഡ് ബെറ്ററിന് ശേഷം വരുന്ന വെർബ് പ്രസൻറ്റ് ഫോമിലാക്കിയാൽ മതി, വേറൊന്നും നോക്കണ്ട. You had better play football. You had better sing a song. You had better drink water every day. കണ്ട, you had better drink water. Drank ഉപയോഗിക്കാൻ പാടില്ല, ഡ്രിങ്കിങ് ഉപയോഗിക്കാൻ പാടില്ല. You had better drink water every day. You had better stand up. എനിക്ക് എണീറ്റ് കേട്ടോ നല്ലത്. You had better take your seat. Take, stand, ഇതൊക്കെ പ്രസൻറ്റ് ഫോമാണ്. ഹാഡ് ബെറ്ററിനു ശേഷം ഒരു പ്രസൻറ്റ് ഫോം ഉപയോഗിച്ചാൽ മതി. ആ പ്രസൻറ്റ് ഫോം വെർബ് ഉപയോഗിച്ച് സെൻറ്റൻസ് പൂർത്തീകരിച്ചാൽ അത് ഹാഡ് ബെറ്റർ, യു ഹാഡ് ബെറ്ററിന് ഉദാഹരണമാണ്. അപ്പോൾ ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നോക്കൂ, യു ഹാഡ് ബെറ്റർ പ്ലേ ഫുട്ബോൾ എന്നാണ്. കണ്ടോ, പ്ലേ, PLAY, പ്ലേ പ്രസൻറ്റ് ഫോമാണ് ഉപയോഗിച്ചത്. ഹാഡ് ബെറ്ററിനു ശേഷം വരുന്ന വെർബ് പ്രസൻറ്റ് ഫോം ആവുക. യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ, കണ്ടോ, നന്നായി പഠിക്കാട്ടോ നല്ലത്. സ്റ്റഡി കണ്ടോ, സ്റ്റഡീഡ് എന്നായാലും സ്റ്റഡീസ് എന്നായാലും തെറ്റാണ്. സ്റ്റഡി. യു ഹാഡ് ബെറ്റർ ഈറ്റ് സ്ലോലി, ഈറ്റ് മെല്ലെ തിന്നട്ടോ നല്ലത്. ഈറ്റ് പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബാണ്. ഹാഡ് ബെറ്ററിന് ശേഷം പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബ്. യു ഹാഡ് ബെറ്റർ ടേക്ക് എക്സസൈസ് എവരി ഡേ, ടേക്ക് എക്സസൈസ് എവരി ഡേ, എല്ലാ ദിവസവും എക്സസൈസ് എടുക്കട്ടോ നല്ലത്. ടേക്ക് കണ്ടോ, എന്നാൽ ടുക്കോ ടേക്സോ ഒന്നും വരാൻ പാടില്ല. ഹാഡ് ബെറ്ററിന് ശേഷം വരുന്ന വെർബ് നിർബന്ധമായും പ്രസൻറ്റ് ഫോമിലുള്ള വെർബായിരിക്കണം. ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. യു ഹാഡ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് എവിടെ തന്നിട്ടുണ്ടാവും? നിങ്ങളുടെ ചോദ്യപേപ്പർ തന്നിട്ടുണ്ടാവും. ആ യു ഹാഡ് ബെറ്റർ എന്ന് കഴിഞ്ഞതിന് ശേഷം വരുന്ന വെർബ് പ്രസൻറ്റ് ഫോമിൽ എഴുതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതുക. യു ഹാഡ് ബെറ്റർ പ്ലേ ഫുട്ബോൾ, യു ഹാഡ് ബെറ്റർ സിങ് എ സോങ്, യു ഹാഡ് ബെറ്റർ ഡ്രിങ്ക് കോഫി, യു ഹാഡ് ബെറ്റർ ഈറ്റ് ആൻ ആപ്പിൾ എവരി ഡേ. കണ്ടോ, എല്ലാം പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബ് ചേർത്ത് നിങ്ങൾക്ക് സ്വന്തമായി പൂരിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഹാഡ് ബെറ്റർ. അടുത്ത് നോക്കുക. ഓക്കെ, ഞാൻ ഇന്ന് ഈ വളരെ കുറച്ച് ഗ്രാമർ പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്തത്. ആ ഗ്രാമർ പോയിന്റുകളിൽ ഒപ്പം ഞാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ, വുഡ് യു മൈൻഡ്, അതോടൊപ്പം ഇനഫ് ടു ഇവയൊക്കെ നമുക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. വുഡ് യു മൈൻഡ് നോക്കുക, വുഡ് യു മൈൻഡ് എന്ന് പറയുന്ന ഒരു വാക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് യു മൈൻഡിന് ശേഷം വരുന്ന വെർബിൻ്റെ ING ഫോം ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കില്ല. വുഡ് യു മൈൻഡ് ഗിവിങ് മീ എ ചോക്ക്, വുഡ് യു മൈൻഡ് ഈറ്റിംഗ് എ ബനാന, വുഡ് യു മൈൻഡ് ഈറ്റിംഗ് വെർബിനോടൊപ്പം ING ഫോം ചേർക്കുക. വുഡ് യു മൈൻഡ് എന്ന് പറയുന്ന സെൻറ്റൻസ് പൂരിപ്പിക്കാൻ വേണ്ടി വന്നാൽ, അത് ചേർത്തൊരു സെൻറ്റൻസ് പൂരിപ്പിക്കാൻ വേണ്ടി വന്നാൽ വുഡ് യു മൈൻഡിന് ശേഷം വരുന്ന വെർബിൻ്റെ ING ഫോം ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ മതി. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.